എന്താ നോവുണ്ടോ? നല്ല വേദന. നേരാവണ്ണം തടവില്ലെങ്കിലേ നീര് കൊള്ളും. ഈ പെൺകുട്ടി എന്റെ പെങ്ങള റോസലി, ഊമപ്പെണ്ണ. നിങ്ങളാരാ? ഞാൻ വിജയൻ. ഇതെന്റെ അനുജൻ വേണു. നിങ്ങൾ എങ്ങനെ ഈ കടപ്പുറത്ത് വന്ന് അടിഞ്ഞു? പറയാം. അതൊരു ചതിയുടെ കഥയാണ്. നീ ഇറങ്ങിയിട്ട് വണ്ടി ഉടനെ തിരിച്ചയക്കി. എനിക്ക് വൈകിട്ടൊരു കോൺഫറൻസിൽ പോകണം. ഡാഡിക്ക് 20 അയക്കാം. എനിക്ക് ഈ വണ്ടി വേണം. എക്സ്ട്രാ ക്ലാസ്സിൽ. ഈ വണ്ടി കോളേജിൽ കൊണ്ടിട്ട പിള്ളേരെ നാശമാക്കില്ലടാ. ഇവിടെ ഡാഡി. ഓൾ റൈറ്റ്. താങ്ക് യു ഡാഡ്. നമസ്കാരം. നമസ്കാരം കുറിച്ചേട്ടാ. എന്താ അച്ഛനും മകനും കൂടി ഒരു വാഗ്വാദം? ഒന്നുമില്ല, ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. അതിന് 10 പറഞ്ഞൊന്നുമില്ലല്ലോ. ആകെയുള്ള 2 ആമ്പിള്ളേർ. എന്തിനധികം? 2 എണ്ണം മതിയല്ലോ. 200ന്റെ ശല്യമല്ലേ? നമ്മുടെ കാലത്തെ പോലെയാണോ മിസ്റ്റർ മേനോൻ? എന്റെ ചെറുപ്പകാലത്ത് 3 മൈൽ നടന്നാണ് ഞാൻ കോളേജിൽ പോയത്. എന്റെ മോൻ ഗോപന് എവിടെ പോകാനും വലിയ കാറ് തന്നെ വേണം. എന്റെ പിള്ളേർക്ക് അങ്ങനെ കാറൊന്നും ഞാൻ കൊടുക്കാറില്ല. അവർക്ക് 2 ബൈക്കുണ്ട്. ഞാൻ കൂടെ കൂടെ എന്റെ മക്കളോട് പറയും, വിജയനെയും വേണുവിനെയും കണ്ടു പഠിക്കടാന്ന്. അതൊക്കെ തള്ളയുടെ ശിക്ഷണമാണ്. ശ്രീമതിയെ കണ്ടില്ലല്ലോ. അവൾക്ക് മേഘാലിശിതമാ. സകല ദൈവങ്ങളെയും കണ്ടേ വരും. അതാ വരുന്നല്ലോ. ഇതാ പ്രസാദം. മാനേജേട്ടൻ വന്നിട്ട് കുറെ സമയമായോ? വന്നതേ ഉള്ളൂ. ഞാൻ വന്നപ്പോഴേ ആലോചിക്കുകയായിരുന്നു, എന്താ പഞ്ചാര ഇല്ലാത്തൊരു ചായ വരാത്തത്. ഡൽഹിയിൽ പോയിട്ട് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസിന്റെ കാര്യം എന്തായി? ഉടനെ പോയത് നന്നായി. ഇല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ആയി പോയനെ. അതിന് തക്കവണ്ണം എന്തുണ്ടായി? ഗവൺമെന്റും മെഡിക്കൽ കൗൺസിലും വിൽക്കരുതെന്ന് നിരോധിച്ച മരുന്നല്ലേ നമ്മൾ പേര് മാറ്റി വിറ്റ്. അങ്ങനെ ചെയ്തോ? ഞാൻ അറിഞ്ഞില്ല. അന്ന് കുറുപ്പിയേട്ടൻ ടൂറിലായിരുന്നല്ലോ. ഗവൺമെന്റ് നിരോധിക്കുമ്പോ 35 ലക്ഷം രൂപയുടെ മരുന്നുകളാണ് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ഞാനതിന് പുതിയ പരസ്യം കൊടുത്ത് മുഴുവനങ്ങ് വിറ്റു. നിങ്ങൾ എന്തൊരു സാമൂഹ്യ ദ്രോഹമാണ് ചെയ്തത്. നിങ്ങളിൽ നിന്ന് ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചല്ല. ബിസിനസ്സിൽ നഷ്ടം നികത്തുന്നത് മനുഷ്യനെ കുരുതി കൊടുത്താണോ? പിന്നെ 35 ലക്ഷം കുഴിച്ചു മൂടാനൊക്കുവോ? ഇങ്ങനെ സഹാനുഭൂതിയും മനുഷ്യത്വവും ഒക്കെ കാണിച്ചാൽ മരുന്നല്ല ഒരു ബിസിനസ്സും ചെയ്യാനൊക്കെ. ബിസിനസ് ഈസ് ബിസിനസ്. നമ്മുടെ കമ്പനിയിലെ ഉറക്കഗുളി കഴിച്ചാൽ ഉറക്കമേ വരില്ല. വലിയ ഹോട്ടൽ ഉടമകൾ സ്വന്തം ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാറില്ല. ശ്രീമതിക്ക് വേണമെങ്കിൽ ഞാൻ ഫോറിൻ ഗുളിക കൊണ്ടുവരാം. അയ്യോ, എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ജോലിക്കാരുടെ കാര്യം പറഞ്ഞതാ. മിസ്റ്റർ മേനോൻ, നിങ്ങളിതൊരു തമാശയായി കണക്കാക്കിയതുപോലെ തോന്നുന്നല്ലോ. അറിഞ്ഞുകൊണ്ട് തന്നെ ഡോസ് അല്പം കുറച്ചതാണ്. 10 ഗുളിക കഴിക്കുന്നതിന് പകരം 15 കഴിക്കണം. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അതേ ഒരു മാർഗമുള്ളൂ. നിങ്ങളുടെ ബിസിനസ് മോട്ടീവ് എന്താണ്? നിങ്ങൾ എന്തിനു വേണ്ടി ഉൽപാദനം വർദ്ധിപ്പിക്കണം? രോഗികൾക്ക് പ്രയോജനപ്പെടാത്ത മരുന്നുണ്ടാക്കിയാൽ ആ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. സർവത്ര മായം. പഴങ്ങളും പച്ചക്കറികളും പോലും വിശ്വസിച്ച് വാങ്ങാൻ കഴിയുന്നില്ല. ആ സ്ഥിതിയിൽ മരുന്നുകളിൽ കൂടെ മായം ചേർത്താലോ? നമ്മൾ മായം ചേർത്തിട്ടില്ലല്ലോ, ഡോസ് അല്പം കുറച്ചതല്ലേ ഉള്ളൂ. ഏതായാലും ഇതിന്റെ ബലം നമ്മൾ അനുഭവിച്ചില്ലെങ്കിലും നമ്മളുടെ മക്കൾ അനുഭവിക്കും. അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അത് നേരാ, അവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പിള്ളേരൊക്കെ എവിടെ? അവർക്കെന്തോ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓഹോ, വിജയനും വേണുവും വന്നാ ഞാൻ ചോദിച്ചായിട്ട് പറയാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.
തങ്കത്തേരിൽ വാ താമര പെണ്ണേ വാ തൂമധു നുകരാനായി ചിരി ചിരി ചിരിയായി വാ തങ്കത്തേരിൽ വാ താമര പെണ്ണേ വാ തൂമധു നുകരാനായി ചിരി ചിരി ചിരിയായി വാ തങ്കത്തേരിൽ വാ വികാരശലഭങ്ങൾ വിരുന്നു വരുമൊരു നിമിഷം വികാരശലഭങ്ങൾ വിരുന്നു വരുമൊരു നിമിഷം ചിരിച്ചു ചിരിച്ചു നീ മധുര മധുരമായി കുളിരും തന്നേ പോ തന്നേ പോ തങ്കത്തേരിൽ വാ താമര പെണ്ണേ വാ തൂമധു നുകരാനായി ചിരി ചിരി ചിരിയായി വാ തങ്കത്തേരിൽ വാ തുടിച്ചിളകും ശരം തൊടുത്തു വിടും നിമിഷം താരുണ്യം പൂത്തു രസം തുടിച്ചിളകും ശരം തൊടുത്തു വിടും നിമിഷം രാഗത്താലേ നീ ഹൃദന്ത ചഷകത്തിൽ മദം പകരുമൊരു നിമിഷം ഹൃദന്ത ചഷകത്തിൽ മദം പകരുമൊരു നിമിഷം ദാഹം നിറഞ്ഞൊരൻ താമസിരകളിൽ ഉലകം തന്നേ പോ തന്നേ പോ തങ്കത്തേരിൽ വാ താമര പെണ്ണേ വാ തൂമധു നുകരാനായി ചിരി ചിരി ചിരിയായി വാ തങ്കത്തേരിൽ വാ ഇറങ്ങിക്കോ ഞാൻ പോട്ടെ ബൈ ടാറ്റാ അയ്യോ വേണം ഗേറ്റ് പൂട്ടിക്കളഞ്ഞു സുഖമായി എന്നാ ഇങ്ങോട്ട് കയറിയോ നമുക്ക് വീട്ടിൽ പോവാം അയ്യോ വേണ്ട മാഡം അന്വേഷിക്കും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം മതില് ചാടും അയ്യോ പെണ്ണുങ്ങളോ ആ പെമ്പിള്ളേർക്കാ മതില് ചാടാൻ കൂടുതൽ സൗകര്യം അയ്യോ വേണ്ട ആരെങ്കിലും കാണും എന്നാ വാ തള്ളിക്കോ ഇങ്ങോട്ട് ചവിട്ടിക്കോ എനിക്ക് പേടിയാവുന്നു പേടിക്കാനൊന്നുമില്ല ആദ്യം എവിടെ ചവിട്ട് എന്റെ പുതിയ ചവിട്ടി കറിക്കോ അയ്യോ ആണുങ്ങളെ ചവിട്ടുന്ന പാപമല്ലേ കല്യാണം കഴിഞ്ഞ് ചവിട്ടായിരുന്നാ മാത്രം മതി ഇപ്പൊ ചവിട്ടിക്കോ ചവിട്ട് വീഴല്ലേ
അവിടെ ചാടിക്കാം. അങ്ങനെ രക്ഷപ്പെട്ടു. എഞ്ചിനൊന്ന് ഓഫ് ചെയ്യാനേ. അമ്മ ഉറങ്ങി കാണുകയല്ലോ. അമ്മ ഞാൻ കൂടെ ഒന്ന് കാണട്ടെ. ഓഫ് ചെയ്യാനല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ ഞാൻ ഇതെടുത്ത് തലവെച്ച് വന്നിട്ട് പോട്ടെ. തൽക്കാലം അവിടെ വരെ ഉരുട്ടിപ്പോയാ മതി. ഒന്ന് സഹായിച്ചതാ. അനിതേ, ഇതുവരെ നീ എവിടെയായിരുന്നു? ഇന്ന് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നമ്മേ. കണ്ടമാനം പഠിക്കാനുള്ളതാ. അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. ഞാൻ റീത്ത ഒന്നിച്ചാ വന്നത്. അവൾക്ക് ചോദിക്കാനും പറയാനും ആളില്ല. തന്റെയും തള്ളി എങ്ങാണ്ട് ദുബായിലാണ്. ഹോസ്റ്റലിൽ എപ്പോ ചെന്നാലും മതി. ഞാൻ എന്ത് ചെയ്യാനാ? ടീച്ചർ വിടാതെ ക്ലാസ് കെട്ടിയത് പോരാൻ നോക്കോ? 8 മണി വരെ നിന്നെ കാണാതെ ഞാൻ അവിടെ നീറിയായിരുന്നു. തിരക്കി വരാനുള്ള ആളില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അമ്മ വിഷമിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഓട്ടോ പിടിച്ചാ വന്നത്. ചെന്ന് കുളിച്ചിട്ട് വല്ലതും കഴിക്കേ. മതി അമ്മേ. കഴിക്കുമോനെ. വേണോ? ആ ചോറ് മുഴുവനും ഉണ്ണണം. ഒരു വറ്റ് ബാക്കി വെച്ച് പോരുത്. അമ്മേ, വയറ് നിറച്ചുണ്ട്. പെട്ടെന്ന് ഉറക്കം വരും. കണ്ടമാനം പഠിക്കാൻ കിടക്കുന്നു. അത് ശരിയാ. എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞു വന്നതല്ലേ, നല്ല ക്ഷീണം കാണും. ശരിക്കും ഉണ്ടോ? അങ്ങനെ പറഞ്ഞു കൊടുക്ക. ചേട്ടായി, സിലബസ് 2 ആണെങ്കിലും നീയും പ്രാക്ടിക്കൽ കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണം കാണും. നന്നായിട്ടുണ്ടോ? പരസ്പരം കുറ്റം പറയാതെ വാരി കഴിക്കും മക്കളെ. അമ്മേ, എനിക്ക് മതി അമ്മേ. വേണ്ടെങ്കിലേ വാരി കൊടുക്ക്. ഈ മീശക്കൊപ്പന്മാർക്ക് ഇനി വാരി കൊടുത്താ മീശ തട്ടും. ചിരിക്കണ്ട. നീ ഒരുത്തിയാണ് ഈ 2 മക്കളെയും വഷളാക്കിയത്. അത്ര വഷളത്തരം ഇവരെന്ത് കാണിച്ചെന്നാ ഈ പറയുന്നത്? വന്ന് കയറുന്നതിന് മുമ്പ് നീ വിളിച്ചിട്ട് വാരി കൊടുത്തില്ലേ? ആണിനും പെണ്ണിനും കൂടെയുള്ള ഈ 2 എണ്ണമാ. ഞാൻ കൊടുക്കാതെ ആര് കൊടുക്കും? ഇവന്മാർ ഇതുവരെ എവിടെയായിരുന്നു? നീ വിളിച്ചന്വേഷിച്ചോ? ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. നീ ആരാടാ? ഇവന്റെ വക്കീലോ? അനിയന് ചേട്ടനോടുള്ള ബഹുമാനം. അവരെ കൂട്ടുകാരെ പോലെ വളർത്തിയത് നമ്മളല്ലേ? അതുകൊണ്ട് എടാ വിജയ, എഴുന്നേക്ക്. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങൾ നിന്റെ കാര്യമാണ് ചോദിച്ചത്. ഞങ്ങൾ 2 പേരും ഒരേ കാര്യത്തിലായിരുന്നു പോരുന്നത്. എന്റെ ബൈക്കിന്റെ പുറകിൽ ആരായിരുന്നു? അയ്യോ അച്ഛാ, ഇവന്റെ ബൈക്കിന്റെ ബാക്കിൽ ഇരുന്നത് ഹിപ്പി പയ്യനായിരുന്നു. അത് ശരിയാ. ഈ കാലത്ത് ആൺപിള്ളേരും പെൺപിള്ളേരും കണ്ടാൽ തിരിച്ചറിയില്ല. ആണുങ്ങളുടെ പാന്റ് ഷർട്ടാ പെൺപിള്ളേരിടുന്നത്. അതെയോ? ഇപ്പോഴത്തെ ആൺപിള്ളേർ മുടി വെട്ടിക്കത്തില്ല. പെൺപിള്ളേര് കൃത്യമായി മുടി വെട്ടിക്കും. എന്നെ വിട്ടിയാക്കാനാണ് പാവം. വല്ലവരും അസൂയോണ്ട് പറഞ്ഞതായിരിക്കും. അതിനെന്തിനെങ്ങനെ ബഹളം വെക്കുന്നത്? നിന്റെ ശുദ്ധഗതിയാണ് ഈ പിള്ളേർ എങ്ങനെയാക്കുന്നത്. ഞാൻ ചിലതൊക്കെ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം, പറഞ്ഞേക്കാം. ഏതായാലും ഇവൻ നന്നാവുന്ന ലക്ഷണമില്ല. എടാ അയ്യച്ചാരെ, ഇവൻ ഒരു ഗാനഗന്ധവും ഇല്ലല്ലോടാ. അത് ശരിയാ. ഏതായാലും നിന്റെ കെട്ടുകഥ ഏറ്റടാ. വലി താങ്ക് യു ചേട്ടായി. അതാണ് ബ്ലഫ് മാസ്റ്റർ മിസ്റ്റർ വേണുവിന്റെ കഴിവ്. പക്ഷേ കേന്ദ്രത്തിന് ഏതാണ്ട് സംശയം കിട്ടിയ ലക്ഷണമുണ്ട്. ഹേയ്, മൂപ്പിൽ ഉദ്ദേശിച്ചടിച്ചതല്ലടാ ചേട്ടായി. പുള്ളിക്കാരന്റെ ആദ്യത്തെ ആ വരവും നടപ്പും ചോദ്യം ചെയ്യലും കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ചേട്ടൻ എല്ലാം തുറന്നു പറയും. ഞാനോ? അത് കൊള്ളാം. എനിക്ക് പേടി നിന്നെയായിരുന്നു. അച്ഛന്റെ നോട്ടം കണ്ട് നീ വല്ലതും വെച്ച് കാച്ചുമെന്നായിരുന്നു എന്റെ പേടി. ഏതായാലും എന്റെ കൊച്ചുമോൻ ഇനി സൂക്ഷിക്കണം, സൂക്ഷിക്കണം. അയ്യോ, റീത്ത നാളെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പൊന്നു ചേട്ടായി, നാളെ നീ വീട്ടിൽ തന്നെ കാണണം. ഞാൻ പോയി റീത്തയെ കാണും.
അച്ഛൻ വരുമ്പോ നിന്നെ കാണും. ഒരു സംശയവും ഉണ്ടായില്ല. എങ്ങനെയാ നമ്മുടെ പ്ലാൻ? എടാ അനിയച്ചാരെ, വേല കയ്യിലിരിക്കട്ടെ. നീ എന്നെ വെട്ടിച്ചിട്ട് പോകാനുള്ള ശ്രമമല്ലേ? അത് നടക്കൂല. ദേവമേ, ആഹാരം കഴിക്കും. എനിക്കൊന്നും വേണ്ട. എന്താ ആഹാരം കഴിക്കാതിരിക്കാൻ തക്കവണ്ണം എന്തുണ്ടായി? എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നു. ദേവമേ, ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കരുതിയാണ് പറഞ്ഞത്. അതിനിങ്ങനെയാണോ ശാസിക്കുന്നത്? അടിച്ചു വളർത്താത്ത മക്കളും അടച്ചു വേവിക്കാത്ത കറിയും ഒരിക്കലും നന്നാവില്ല. ആഹാരം കഴിക്കുമ്പോൾ ശാസിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞതാ. അല്ലാത്ത സമയത്ത് അവന്മാർ ഇവിടെ കണ്ടു കിട്ടണ്ടേ? ആ, നീ കഴിക്കേ. എനിക്ക് വേണ്ട. ആ അയ്യോ അമ്മേ, അയ്യോ. അയ്യോ എന്റെ പൊന്നച്ച, നാളെ മുതല് ഈ ആരോഗ്യ സംരക്ഷണം എനിക്ക് വേണ്ട. എടാ, നീയൊക്കെ ചെറുപ്പാണെന്ന് പറഞ്ഞിട്ട് എന്ത് ഫലം? പണ്ടത്തെ ആരോഗ്യമൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കില്ല. എടാ, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. മറ്റെന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായാലും ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? എന്ത് നേട്ടമായാലും കാലത്ത് കാലത്തുള്ള ചാട്ടം വയ്യ. വിജയൻ ആകെ തളർന്നു. പതിവായി ദിവസവും ഓരോ മണിക്കൂർ എക്സർസൈസ് ചെയ്യാൻ എന്തൊരു സുഖമാണെന്നോ. അയ്യോ, നാളെ മുതൽ ഞാനുമില്ല. അപ്പോ പതിവായി രാവിലെയും വൈകുന്നേരം ഓടുന്ന അച്ഛന്റെ സ്ഥിതിയോ? അച്ഛൻ പഴയ ഫൈമാ. കാണുന്നില്ലല്ലോ. കട്ടിലില്ലയോ? കർത്താവ്, എന്നാ ഉറക്കമാ? ഇന്നത്തോടൊക്കെ ഇവിടെയാണോ കുഞ്ഞേ? ശങ്കരൻകുട്ടി കുഞ്ഞേ, നേരെ ഉച്ചയാവാറായി. ഒന്ന് എനിക്ക് പതുക്കെ പതുക്കെ പതുക്കെ. കാലത്തിന് വെറും വയറ്റില് കട്ടൻ കാപ്പി കഴിക്കുക. കുഞ്ഞിന് രാവിലെ കട്ടനാണല്ലോ ശീലം. മറ്റൊരു കൂടെ എടുക്ക്. എവനെ എടുക്കാൻ നീ പൊങ്ങ്. ഓ കുട്ടൻ, കട്ടനും കുട്ടനും കൂടെ ചേർന്നാൽ ഗുഡൻ. ഇനി മറ്റവനെടുക്ക്. നിന്നതാ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വേണം എന്റെ പൊന്നു കുഞ്ഞേ. കുട്ടന്റെ മേമ്പൊടിയാണ്. ഇതെല്ലാം സ്വർണ്ണ ലിപിയിൽ എഴുതി വെക്കണം കുഞ്ഞേ. ഹരേ രാം.
ഇതെന്തൊരു രൂപമാണ്? ഇതാണ് വിശ്വരൂപം, സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപം. നീ കുളിച്ചിട്ട് എത്ര ആളായി? കുളി തനി പുരുഷ സങ്കല്പം. ആ പല്ലെങ്കിലും ഒന്ന് തേക്കരുത്. ദിനം പ്രതി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തിന് എന്തിന് പല്ലുതേപ്പും കുളിയും? Give me 1000 rupees, 1000 രൂപ തരണം. ഒരു പൈസ ഞാൻ ഇനി തരില്ല. നീ എന്റെ മകനാണെന്ന് ഞാൻ എങ്ങനെ പുറത്തു പറയും? കുറ്റം എന്റെതല്ലാത്തതിനാൽ തൽക്കാലം ഞാൻ വിടുന്നു. നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? എനിക്ക് വേറെ ജോലിയുണ്ട്. നമുക്കെല്ലാം കൃത്യാന്തര ബാഹുല്യങ്ങളുണ്ട്. പ്ലീസ് give me 1000 rupees. കൂടെ കൂടെ 1000-2000 തരാൻ ഇവിടെ കള്ളനോട്ടടിയില്ല. കള്ളനോട്ടടിയേക്കാൾ കുറ്റകരമല്ലേ കള്ളക്കണക്കെഴുത്ത്? എന്തു പറഞ്ഞാ ഡാഡി? ഈ വീടിലെ കള്ളക്കണക്കെഴുത്തിന്റെയും കൊള്ളകളുടെയും കഴിവില്ലേ ശങ്കരൻകുട്ടി? ഇളയ മകൻ ചോദിക്കാത്ത താമസം കള്ളപ്പണം വാരി വാരി കൊടുക്കുന്നു. മൂത്ത മകനായി ഞാൻ ചോദിച്ചാൽ ആട്ടി തുപ്പ് ഭീഷണി. ഡാഡി ഇയാളെ വല്ല ഭ്രാന്താശുപത്രികൾ ഉണ്ടാക്കണം. കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന് എന്റെ സ്തുതി. എങ്ങനെ പുറത്ത്? രാജേ, ഞാനിപ്പോ ഇവിടുത്തെ കള്ളക്കണക്കുകളെല്ലാം ഇൻകം ടാക്സ് ഓഫീസറെ ഫോൺ ചെയ്ത് അറിയിക്കാൻ പോവണം. ഇനി ഒരു പൈസ ഞാൻ തരില്ല. ഹരേ രാമ ഹരേ കൃഷ്ണ, ഹരേ രാമ ഹരേ കൃഷ്ണ. ഡാഡിയാണ് അയാളെ ചീത്തയാക്കുന്നത്. അവൻ വിവരമില്ലാത്തവനാണ്. നമ്മുടെ രഹസ്യം വല്ലതും അവൻ പുറത്തറിയിച്ചാൽ? ചോദിക്കുമ്പോ പണം കൊടുത്ത് ഡാഡി അയാളെ പഠിപ്പിച്ചു. 1000 പോയുള്ളൂ. അവനിവിടുത്തെ രഹസ്യം വല്ലതും പുറത്തു വല്ലവർക്കും അറിയിച്ചു കൊടുത്താൽ? ഡാഡി, കഴിഞ്ഞ ആഴ്ച എക്സ്പോർട്ട് ചെയ്ത 40 ലക്ഷത്തിന്റെ ചെമ്മീൻ പരിപ്പുകളുടെ കണക്ക് അത് വരവ് വയ്ക്കണ്ട. ഓഡിറ്ററുമായി ആലോചിച്ച് വേണ്ട ചെയ്യാം. ഡാഡി, I want 5000 rupees. താങ്ക് യു ഡാഡി. ശങ്കരൻകുട്ടിക്ക് കൊടുത്ത 1000 രൂപ കണക്കെഴുതണ്ട. കാരുണ്യം തഴുകിയുണർത്തിയ മോഹങ്ങൾ, അനുരാഗം ചായം പൂശിയ സ്വപ്നങ്ങൾ, പനിനീരിൽ മുങ്ങിത്തോർത്തി പവിഴങ്ങൾ വാരിയണിഞ്ഞു പ്രിയ സഖിവാ മത്സഖി നീവാ, പ്രിയ സഖിവാ മത്സഖി നീവാ. കാരുണ്യം തഴുകിയുണർത്തിയ മോഹങ്ങൾ, അനുരാഗം ചായം പൂശിയ സ്വപ്നങ്ങൾ, പനിനീരിൽ മുങ്ങിത്തോർത്തി പവിഴങ്ങൾ വാരിയണിഞ്ഞു പ്രിയ സഖിവാ മത്സഖി നീവാ, പ്രിയ മത്സഖി നീവാ. ദീപമാലകൾ ചിരിച്ചു, ഒളി 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 മിന്നിച്ചിരിച്ചു, ഗാനവീചികൾ ഉയർന്നു, സുഖതരമുയർന്നു, മലയ സമീരൻ വന്നു വന്നു വന്നു. ദീപ
പുഷ്പമാലകൾ ചിരിച്ചു, ഗാനവീജികൾ ഉയർന്നു, മലയസമീരൻ വന്നു 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 വന്നു, അരികിൽ അഴകായി ഒഴുകി ഒഴുകി വരുമീ ഇനിയും അമലേ ഇന്നീ വേദിയിൽ. താരുണ്യം തഴുകിയുണർത്തിയ മോഹങ്ങൾ, അനുരാഗം ചായം പൂശിയ സ്വപ്നങ്ങൾ, പനിനീരിൽ മുങ്ങിത്തോർത്തി അവിഴങ്ങൾ വാരിയണിഞ്ഞു. പ്രിയ സഖിവാ മത്സഖി നീവാ, പ്രിയ സഖിവാ മത്സഖി നീവാ. രാഗലോലയായി പുണരൂ, തെരുതെരെ തെരുതെരെ പുണരൂ, രോമഹർഷങ്ങൾ ചൊരിയൂ, പ്രിയതരം പ്രിയതരം ചൊരിയൂ, സുരഭിലമീ സുമരാവിൽ രാവിൽ രാവിൽ. രാഗലോലയായി പുണരൂ, രോമഹർഷങ്ങൾ ചൊരിയൂ, സുരഭിലമീ സുമരാവിൽ രാവിൽ രാവിൽ രാവിൽ. മനസ്സിൻ ചെപ്പിൽ നിറച്ചു നിറച്ചു തരുമീ മധുരം ഇനിയും സ്നേഹസുധാരസം. താരുണ്യം തഴുകിയുണർത്തിയ മോഹങ്ങൾ, അനുരാഗം ചായം പൂശിയ സ്വപ്നങ്ങൾ, പനിനീരിൽ മുങ്ങിത്തോർത്തി പവിഴങ്ങൾ വാരിയണിഞ്ഞു. പ്രിയ സഖിവാ മത്സഖി നീവാ, പ്രിയ സഖിവാ മത്സഖി നീവാ, പ്രിയ സഖിവാ മത്സഖി നീവാ, പ്രിയ സഖിവാ മത്സഖി നീവാ. നമുക്കൊരു ഡിസ്റ്റിലറിയുടെ ലൈസൻസ് കിട്ടിയിരിക്കുന്നു. വളരെ കാലമായി പൂട്ടിയിട്ടിരുന്ന വാക്സൺ ബ്രൂവറീസ് ഏറ്റെടുക്കാമോ എന്ന് ഗവൺമെന്റ് ചോദിച്ചിരിക്കുന്നു. ഓ, എനിക്ക് പറ്റില്ല. മേനൻ സ്വന്തം പേരിലായിക്കോളൂ. ഞാൻ ഏറ്റെടുത്താൽ വലിയ അഴിമതി ആരോപണമാവും. ആ ആരോപണം എന്റെ പേരിലിരിക്കട്ടെന്നോ? അതല്ല, ചേട്ടന് പിന്നെ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. എനിക്ക് മതിയായി മിസ്റ്റർ മേനൻ. ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ വ്യവസായം നടത്താൻ പറ്റില്ല. ഇവിടെ രാഷ്ട്രീയ ബിസിനസ് മാത്രമേ നടക്കൂ. എന്റെ രാഷ്ട്രീയം കുറുപ്പിയേട്ടന് അറിയാമല്ലോ. ഭരിക്കുന്ന പാർട്ടിയാണ് എന്റെ പാർട്ടി. അപ്പൊ പിന്നെ എന്നും കാര്യം മാറാനല്ലേ സമയം കാണും. അതില്ലാതെ പിന്നെ രാഷ്ട്രീയമുണ്ടോ? ഇപ്പൊ തന്നെ ചെറുതായി ഒന്ന് കാലു മാറിയതിന്റെ പാരിതോഷികമായിട്ട് കിട്ടിയതാണ് ഈ ഡിസ്റ്റിലറി. അത് കളയാൻ നോക്കുവോ? മിസ്സസ് ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഡിസ്റ്റിലറി എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഉള്ള ബിസിനസ്സുകൾ തന്നെ തൊഴിലാളികൾക്ക് വിട്ടുകൊടുത്തിട്ട് സ്വസ്ഥമായിട്ടിരുന്നാൽ എന്താന്ന് കൂടെ കൂടെ പറയും. എന്തെല്ലാം ബിസിനസ്സുകൾ കുറുപ്പിയേട്ടന്റെ പേരിൽ ഞാൻ നടത്തുന്നുണ്ട്. ഒരു പൈസയുടെ ചോർച്ചയോ ധൂർത്തോ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്? ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാ ഇവരൊന്ന് ഒപ്പിട്ടാട്ടെ. ഒപ്പിടണം. അല്ല, ഇന്ന് ക്ഷേത്രത്തിൽ പോയില്ലേ? ഞാൻ വിചാരിച്ചു ക്ഷേത്രങ്ങൾക്കല്ല ഇന്ന് അവധിയാണെന്ന്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നമുക്ക് ഓവർ കാണാം. വരട്ടെ. ഹലോ അനിത, കാലത്തെ കോളേജിലേക്കായിരിക്കും. എന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ? അല്ല, നടന്ന് കാല് കൊഴയണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞങ്ങൾ പാവങ്ങളാ, വിട്ടാര്. നടന്ന ബസ്സിൽ പോയിക്കോളാം. എന്റെ ബൈക്കിന്റെ ബാക്ക് സീറ്റും ഇരിക്കാൻ നല്ല സുഖമാ. ഒന്ന് കേറി നോക്ക്. മാറി നിൽക്കൂ, ഞാൻ പോട്ടെ. അങ്ങനെ പോയാലോ? നാളെ എനിക്ക് ചുമ്മാ ചൂടാകാതെ മോളെ. ആ സുന്ദരികളായ സ്ത്രീകളുടെ കൈകൊണ്ട് തല്ലുകൊള്ളുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവരുടെ കൈകൾ പൂപോലെ മൃദുലമാണ്. എന്നെ ആരും അടിച്ചതും കടിച്ചൊന്നും. കണ്ടപ്പനെ കണ്ടു. കാമുകി കടിച്ചാൽ മുറിയില്ല,
അടിച്ചാൽ നോവില്ല. യു പ്രൊസീഡ്. നാണം കെട്ടവനെ കണ്ട പെമ്പിള്ളേരുടെ കയ്യിൽ നിന്നും തല്ലും വാങ്ങിക്കൊണ്ട് കയറി വന്നിരിക്കുന്നു. പിതാവേ, ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് ഇവൻ അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പ്രേമം അന്ധമാണ്. പ്രേമത്തിന് കണ്ണില്ല, ഇവനും കണ്ണില്ല. പുറപ്പുറത്ത് അടി ഇടി കുത്ത് വെട്ട് ചവിട്ട് ഇതെല്ലാം പ്രേമത്തിന്റെ ബാലപാഠങ്ങളാണപ്പനെ. എടാ, നിനക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്? എനിക്ക് അവളെ ഇഷ്ടമാണ്. അവൾക്ക് ഇതിന് ഇഷ്ടമല്ല. വെറും വൺ വേ ട്രാഫിക് ലവ്. എടാ ശങ്കരൻകുട്ടി, നീ ഒന്ന് അപ്പുറത്തോട്ട് പോ. അവൾ ആ ഭാനുമതിയുടെ മകളാണല്ലേ? നീ ധൈര്യമായിരിക്കും. അവൾ അത്ര വലിയ തന്റേടിയാണെങ്കിലും നിന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കും. ഡാഡി, എടാ, നിന്റെ ഡാഡിയുടെ ജീവിതത്തിൽ പരാജയത്തിന്റെ അധ്യായങ്ങളെ ഉണ്ടായിട്ടില്ല. ഗുഡ് ലാക്ക്. ഇരിക്കണം ചേട്ടാ. താങ്ക് യു. ഭാനുവിന് ഒരു മാറ്റവും പണ്ടത്തെ പോലെ തന്നെ ഇരിക്കുന്നു. പറയുന്നത് കേട്ടാത്തൊന്നും ചേട്ടൻ അങ്ങ് വയസ്സായിരുന്നു. രണ്ട് പിള്ളേരുള്ളത് കല്യാണപ്രായമായില്ലേ? ഇനിയും ചെറുപ്പം അഭിനയിക്കാൻ ഒക്കുവോ? ഇളയവൻ എന്ത് പ്രായമുണ്ട്? ആ, അവനാണിപ്പോ കല്യാണം അത്യാവശ്യം. അവന്റെ അമ്മ മരിക്കുമ്പോ കണ്ടതാ. അന്നവൻ കൈക്കുഞ്ഞായിരുന്നു. എന്റെ ഗോപനും നിന്റെ മോളും തമ്മിൽ ഇഷ്ടമായിരിക്കുന്നു. ആഹാ, അത് കൊള്ളാലോ. ഇവര് തമ്മിൽ എങ്ങനെ എടുത്തു? ചെറുപ്പക്കാരല്ലേ, പോരെങ്കി ഇന്നത്തെ കാലവും. അവൾ കോളേജിൽ പോയിരിക്കുക. വരട്ടെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. കല്യാണപ്രായമായ പെമ്പിള്ളേരെ വീട്ടിൽ നിർത്തുന്നത് അടുക്കളയിൽ വെടിമരുന്ന് സൂക്ഷിക്കുന്നത് പോലെ അപകടമാണ്. ചേട്ടന്റെ ഉപമ കൊള്ളാം. എന്താ, ശരിയല്ലേ? ആണിനും പെണ്ണിനുമായിട്ട് എനിക്ക് അനിത മാത്രമല്ലേ ഉള്ളൂ. എനിക്കാണെങ്കിൽ പെമ്പിള്ളേരേ ഇല്ല. ഇവിടെ കുറെ നിലം കൃഷിയും എസ്റ്റേറ്റും ഒക്കെ ഉണ്ട്. ഞാനിതൊക്കെ ഒറ്റയ്ക്ക് നോക്കി എത്ര കാലം നടക്കും? അതിനല്ലേ പറ്റിയൊരാളെ അങ്ങോട്ട് ഏൽപ്പിക്കുന്നത്. നമ്മുടെ കാലം പോലെയാണോ ചേട്ടാ? അവളുടെ മനസ്സറിയാതെ ഞാൻ എങ്ങനെ ഉറപ്പ് പറയും? ഭാനു പറയുന്നതിനെതിരായിട്ട് അവൾ നടക്കില്ലെന്ന് എനിക്കറിയാം. അവൾ ഇന്നും കുഞ്ഞാണ്. ആമ്പിളുടെ മുഖത്ത് പോലും നോക്കൂല. അവൾ എന്റെ മോളാണ്. അത് പിന്നെ എനിക്കറിയരുതോ? വല്ലതിന്റെയും മുഖത്ത് നോക്കി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കാര്യം അങ്ങ് നടത്തിക്കളയാം. വിഷു, ചേട്ടൻ വന്നിട്ടൊരു ചായ പോലും തരാൻ മറന്നുപോയി. വർത്തമാനത്തിനിടയിൽ അതും മറന്നുപോയി. അതിനെന്താ, ചായ ഇനിയും കുടിക്കാമല്ലോ. വേഗം പോ, നേട്ടം കാണും. ഏട്ടനെ ഞാനും കൂടെ ഒന്ന് കാണട്ടെ. എന്തിനാ? ആളെങ്ങനെ ചെറുപ്പമാണോ? പാവം, ഭർത്താവ് മരിച്ച സ്ത്രീയാ. അയ്യോ, അപ്പോൾ വേക്കൻസി ഉണ്ടല്ലോ. എന്റെ പൊന്നുമോൻ അങ്ങ് വേഗം പോയാ മതി. ഓ, എന്നാ നീ പൊയ്ക്കോ, ഞാൻ ഇവിടെ നിൽക്കാം. പോ. ഒന്നിനും സമ്മതിക്കില്ലല്ലോ. ഞാൻ വിചാരിച്ചു റീത്ത ഇന്ന് തന്നെ പറ്റിക്കുമെന്ന്. നീ അത് കണ്ടോ? അതിനെ നമുക്ക് പിടിക്കാം. റീത്തേ, നമ്മുടെ കല്യാണക്കാര്യം കുഴയുന്ന ലക്ഷണമുണ്ട്. എന്ത് പറ്റി? അമ്മ സമ്മതിച്ചു, അച്ഛൻ സമ്മതിക്കുന്ന ലക്ഷണമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? നിനക്ക് മതം മാറാമോ? എന്റെ അമ്മ പറയുന്നത് വേണു മതം മാറാനാണ്. അയ്യോ, ഞാനില്ല. നമുക്ക് നാട് വിട്ടാലോ? കേസായി. മധു ഇത് പോലീസ് സ്റ്റേഷനിലായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങ്. വല്ലവരും കാണും. എന്നാലേ നമുക്ക് മാറ്റിനിക്ക് പോവാം. ബാക്കി കാര്യം നമുക്ക് അവിടെ വെച്ച് ശരിയാക്കാം. വാ.
അതിന് പിന്നെ കുറെ കാറല്ല കുറെ പെണ്ണ. സിനിമ തുടങ്ങി കാണുന്നു, വേഗം വിട്. ലൈറ്റ് അടഞ്ഞിട്ട് കയറുന്നതാണ് നല്ലത്. മോളെ, നീയും ഗോപനും തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു? ഭക്ഷണം എനിക്ക് അയാളെ കണ്ടുകൂടാ. അയ്യോ, അങ്ങനെ പറയരുത് മോളെ. അയാൾ ആരാണെന്ന് നിനക്കറിയാമോ? രക്ഷാധിപതിയല്ല, കോടീശ്വരനാ. അയാൾ ആരായാലും എനിക്കെന്താ? അവന്റെ അച്ഛൻ മേനോൻ ചേട്ടനാ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. ഞങ്ങൾ തമ്മിൽ പണ്ടേ പരിചയക്കാരാ. അയാൾ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഗോപന് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് അയാളെ ഇഷ്ടമല്ല. നിനക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബന്ധമാണിത്. അമ്മേ, മോളെ, പ്രായമായ നിന്നെയും കാത്തു സൂക്ഷിച്ച് ഞാൻ എത്ര കാലം കഴിയും? എനിക്കിപ്പോ വിവാഹമൊന്നും വേണ്ട, എന്നായാലും വേണം. അത് ഒരു ദിവസം നേരത്തെ ആവുന്നതല്ലേ നല്ലത്. എനിക്ക് അടുത്ത ആഴ്ച പരീക്ഷയാണ്, ധാരാളം പഠിക്കാനുണ്ട്. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് മതി. ആ ഡിക്ഷണറി ഫയലെടുക്കും. നീ വയ്ക്കും. Good morning, Miss Menon. ഗുഡ് മോർണിംഗ്. I'm not happy with this account. അക്കൗണ്ടിൽ എന്താ കുഴപ്പം? കഴിഞ്ഞ വർഷം നമ്മൾ കയറ്റി അയച്ച 42 ലക്ഷം രൂപയുടെ ചെമ്മീന്റെ കണക്ക് കാണുന്നില്ലല്ലോ. ബുക്ക് മാറി പോസ്റ്റ് ചെയ്തിരിക്കും. ബുക്ക് മാറി പോസ്റ്റ് ചെയ്താൽ ബാങ്ക് ബാലൻസ് കാണണ്ടേ? ഇതാണ് ബാങ്ക് ബാലൻസ്. ഓഹോ, 42 ലക്ഷം രൂപ അത്ര നിസ്സാരമായി തള്ളാവുന്ന തുകയാണ്. അതൊക്കെ കണ്ടുപിടിക്കാനും നോക്കാനും അല്ലേ ഓഡിറ്റർ വെച്ചിരിക്കുന്നത്? ഓഫ് കോഴ്സ്, അവരെ നോക്കേണ്ടത് മേനോന്റെ കൂടി ജോലിയല്ലേ. നമ്മൾ പാർട്ട്നേഴ്സ് അല്ലേ. ഇന്നെന്താ കുറുപ്പിയേട്ടൻ പതിവില്ലാതെ സംശയിക്കാൻ? സംശയമില്ല. ഈ അക്കൗണ്ട്സ് പരിശോധിച്ച് എനിക്കറിയേണ്ടത് 42 ലക്ഷത്തിന്റെ കണക്കാണ്. അതെല്ലാം ഓഡിറ്റിംഗ് കഴിഞ്ഞാലേ പറയാനൊക്കൂ. അപ്പോ ഫാർമസ്യൂട്ടിക്കലിന്റെ കണക്കിൽ മരുന്നിന്റെ പേര് മാറ്റി 35 ലക്ഷം ലാഭം ഉണ്ടാക്കിയല്ലോ. അതെവിടെ? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ നമുക്കിവിടെ വെച്ച് പിരിയാം. ഇപ്പൊ വരും. നമസ്കാരം കൊച്ചമ്മ. മേനോൻ ചേട്ടൻ പറഞ്ഞു വെച്ചതല്ലേ? കൊച്ചമ്മയ്ക്ക് പറ്റിയ ഒരെണ്ണത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടിക്ക് എന്താ ശമ്പളം വേണ്ടത്? എവള് കുട്ടിയോ? എവൾക്കൊരു കുട്ടിയുള്ളൂ കൊച്ചമ്മ. അയ്യോ, കുട്ടിയുള്ളതൊന്നും ഇവിടെ വേണ്ട. അയ്യോ, അതിന് തന്ത ഇല്ലാത്തത് കൊണ്ട് ഇവളുടെ തള്ളയുടെ കൂടെ നിർത്തിയിരിക്കുക. കൊച്ചമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് പാചകമൊക്കെ അറിയാമോടി? അറിയാമോന്ന്. ഇവളുടെ കോഴിത്തോരൻ കൊച്ചമ്മ കൂട്ടിയിട്ടുണ്ടോ? കോഴിത്തോരൻ അത് തോന്നൂല്ല. നിന്റെ പേരെന്താ? ശോശാമ്മ. ക്രിസ്ത്യാനിയാണോ? അയ്യോ, ക്രിസ്ത്യാനി പെണ്ണിന് ഇവിടെ വേണ്ട. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ തനി ക്രിസ്ത്യാനി അല്ല, ആള് ക്രോസാ. ക്രോസോ? ഓ, ഹാഫ് നായർ. ഇവ തള്ള ക്രിസ്ത്യാനി, തന്റെ നായർ, ഒന്നാം നായർ അല്ലേടി. പിന്നെ ശോശാമ്മന്ന് പേര് പറഞ്ഞതോ? അത് ഇവളുടെ തള്ളയ്ക്ക് ഇവളെ ഗർഭം ഉണ്ടായിരുന്നപ്പോ തന്ത കാലുമാറി കളഞ്ഞു. ജനന സമയത്ത് തന്ത നിലവിലില്ലാത്തത് കൊണ്ട് തള്ളയുടെ ജാതി പെരളിട്ടു. പേര് വേണമെങ്കിൽ മതികളെ. പേര് മാറ്റുന്നത് ക്രിമിനൽ കുറ്റം. അതെന്താ ശോശാമ്മ നായർ എന്നാക്കികളെ. ഏതായാലും തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇവിടെ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇവിടെ പറ്റിയില്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയും കനവുള്ള ഒന്നിനെ ഞാൻ കൊണ്ടുതരാം. ഞാനിപ്പോ വരാം. എന്നെ ഒന്നും ആവശ്യമില്ലായിരുന്നു വെച്ചമ്മ. വലതുകാലം വെച്ച് കയറ്. പിന്നെ ഇവിടെ കുട്ടി അടിച്ച പോലെ നിന്നളയരുത്. ആ ഡാക്ടറിന് ഞാൻ അഡ്വാൻസ് മേടിച്ചിരിക്കുക. അല്ല, ഇന്നൊന്നും ആവശ്യമില്ലായിരുന്നു വെച്ചമ്മ. ഒന്ന് ഞാൻ വരട്ടെ. രാവിലെ മരുന്ന് കഴിക്കാനും മറന്നു. ഇതാ. ആ മേനോന്റെ നയമാറ്റത്തെ കുറിച്ച് ഓർത്തപ്പോ ഞാനെല്ലാം മറന്നു. ഇത്രത്തോളം കൃത്രിമം ചതിയും കാണിച്ചിട്ട് എത്ര നല്ല ആളായിട്ടാണ് അയാൾ അഭിനയിക്കുന്നത്. അയാളുടെ പുറംപോലെയാണ് അകവുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അയാളുമായി കൂട്ടുചേർന്നുള്ള എല്ലാ ബിസിനസ്സുകളും ഉടനെ അവസാനിപ്പിക്കണം. നമ്മൾ ഒപ്പിട്ട് കൊടുത്ത മുദ്രപത്രങ്ങളും കടലാസുകളും അയാളെടുത്തുണ്ടല്ലോ. അത് വെച്ചുകൊണ്ട് അയാൾ എന്തെങ്കിലും ചതി ചെയ്താലോ? ചെയ്യട്ടെ, നമുക്ക് നോക്കാം. വിജയനും വേണം
ഇതുവരെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. തൽക്കാലം ഇതൊന്നും മക്കളെ അറിയിക്കരുതേ. അവരെടുത്ത് ചേട്ടക്കാരാണ്. എന്തെങ്കിലും അഭിപ്രായം കാണിച്ചാൽ കഴിയുന്നതും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കടങ്ങളെല്ലാം എന്റെ പേരിൽ, കിട്ടിയതെല്ലാം കള്ളക്കണക്ക് എഴുതി അയാൾ ഒതുക്കി. ഇനി പറഞ്ഞിട്ട് എന്ത് വരാം? ഇപ്പോഴെങ്കിലും കണ്ടുപിടിച്ചത് നന്നായി. ഏതായാലും ഞാൻ അഡ്വക്കേറ്റിനോട് കണ്ടുവരാം. ആരോട് എടുക്കാൻ പോവാ? നമുക്ക് ഇവിടെ ഇറങ്ങിയിരിക്കാം. എന്നാലും ഞാൻ പിണങ്ങും. മിസ്റ്റർ മേനോൻ, നമ്മുടെ ഡിസ്റ്റിലറിയുടെ ചുമതല എന്റെ മക്കളെ ഏൽപ്പിക്കാമെന്ന് വിചാരിക്കാം. അതത്ര ബുദ്ധിപൂർവമല്ല. അതെന്താ? അവർക്ക് ബിസിനസിന്റെ കൂനാങ്കുരുക്കളൊന്നും അറിയില്ലല്ലോ. അവർ കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ. അങ്ങനെ കളിച്ചു നടന്നാൻ പറ്റില്ലല്ലോ. എന്നായാലും അവരിതൊക്കെ നോക്കി നടത്തേണ്ടവരല്ലേ. അടുത്ത ആഴ്ച മുതൽ ഫാക്ടറിയിൽ പോയവരൊന്ന് പഠിക്കട്ടെ. എന്താ ഇക്കാര്യത്തിൽ ഇത്ര പെട്ടെന്നൊരു തീരുമാനം? പെട്ടെന്നൊന്നുമില്ല, ഞാൻ വളരെ നേരത്തെ തീരുമാനിച്ചതാണ്. നമ്മുടെ പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്ത് പാർട്ടീഷൻ നടത്തണം. പാർട്ടീഷനും ഡിസോൾവും പറയാൻ എന്ത് എളുപ്പം. മേനോൻ എന്താ അങ്ങനെ പറയുന്നത്? എന്നായാലും നമ്മൾ തമ്മിൽ കണക്ക് പറയേണ്ടവരല്ലേ. നമ്മുടെ യോജിപ്പ് നമ്മുടെ മക്കൾക്കുണ്ടായെന്ന് വരില്ല. ഞാൻ എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചാണ് ഇതെല്ലാം ഈ നിലയിലെത്തിച്ചത്. നല്ല നിലയിലായപ്പോ നടത്താൻ വേറെയാളോ? എന്റെ സ്ഥാപനത്തിൽ എന്റെ മക്കൾക്ക് അവകാശമില്ലല്ലോ. നമുക്ക് തൽക്കാലം പിരിയാം. പിരിയാം, പക്ഷെ നിങ്ങളുടെ തീരുമാനം ഒന്നേ ഉള്ളൂ. ബ്രൂവറി ഞാൻ നടത്തും. ബാക്കി കാര്യങ്ങൾ പിന്നീട് അറിയിക്കാം. മേനോൻ, നമുക്ക് പിന്നെ കാണാം. ഹലോ, ഹലോ, ഹരേ രാമ. കൊള്ളാലോ, ഇത് നമ്മള് പാർട്ടിയാണല്ലോ. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ. അത് ഗൺസാ. ഇത് സാക്ഷാൽ ദേവന്മാർ പോലും ഉപയോഗിക്കുന്നതാണ്. ഇവര് ഉപയോഗിച്ച സ്വർഗത്തിൽ പോവാം. വല്ല ഗൂഢോത്രം ചെയ്ത് എന്നെ യൂറോപ്പിലേക്ക് മറ്റേ തട്ടിക്കൊണ്ട പരിപാടി മറ്റാണോ? എന്തെങ്കിലും ആവട്ടെ. Great. What? I see. This is a big mountain. It is standing. Hare Rama, Hare Krishna, 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 Hare Krishna. ഇതും കൂടെ കഴിക്കും മോളെ. വേണ്ടമ്മേ. മോളെ, മേനോൻ ചേട്ടൻ ഇന്നലെയും ആളയച്ചിരുന്നു. എന്തിനമ്മേ? ഗോപനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ.
ഗോപന് നിന്നെ അത്ര ഇഷ്ടമാണ്. എനിക്ക് ബന്ധം വേണ്ട മോളെ. മേനോൻ ചേട്ടനും മോനും ഈ നാട്ടിലുള്ള നിലയും വിലയും നിനക്കറിഞ്ഞൂടെ? അവർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും എനിക്ക് അബന്ധം വേണ്ടമേ. വീട്ടിൽ നിന്ന് കയറിയ മഹാലക്ഷ്മിയെ തൂത്തെറിയരുത് മോളെ. അമ്മ എന്നോട് ക്ഷമിക്കണം. എന്താ കാര്യം? ഞാൻ മറ്റൊരാളിന് വാക്ക് കൊടുത്തുപോയി. മോളെ, അമ്മേ, കുറുപ്പങ്കന്റെ മകൻ വിജയേട്ടന്. ദേവമ്മയുടെ മൂത്ത മകൻ വിജയന്റെ കാര്യമാണ് പറയുന്നത്. വിജയേട്ടന്റെ വീട്ടിൽ എല്ലാവർക്കും ഈ ബന്ധം ഇഷ്ടമാണമ്മേ. എന്നിട്ട് എന്തുകൊണ്ട് ഇക്കാര്യം ഇതുവരെ നീ എന്നോട് പറഞ്ഞില്ല? അമ്മ ചൂലെടുക്കും ഞാൻ ഭയന്നു. എന്തുകൊണ്ടും ബോബനേക്കാൾ മെച്ചപ്പെട്ട ബന്ധമാണിത്. നീ ഏതായാലും തുറന്നു പറഞ്ഞ നന്നായി. നമുക്കിതങ്ങ് ഉടനെ നടത്താം. അത് വേണ്ട, പരീക്ഷ കഴിഞ്ഞു മതി. നോക്ക്, അവൻ കോടീശ്വരന്റെ മകനാണ്. നല്ല ചൊനയുള്ള പെമ്പിളർ തട്ടിക്കൊണ്ടു പോവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. വിജയേട്ടനെ എനിക്ക് അത്ര വിശ്വാസമാണ്. ആ, ഏതായാലും ഞാനൊന്ന് ദേവുവിനെ കാണട്ടെ. അമ്മേ, ഞാനും വരുന്നമ്മേ. ആഹാ, നിന്റെ കല്യാണം വെച്ചിട്ട് നീയാണോ എന്ന് പൊത്തോ ചെല്ലുന്നല്ലോ വായിക്കും. പോയിരുന്ന് പഠിക്കടാ. നിന്റെ കല്യാണക്കാരെ നിശ്ചയിക്കേണ്ട നീയാണോ? ചേട്ടന് സമാധാനമായല്ലേ അമ്മേ? എന്റെ കാര്യം കൂടി ഒന്ന് ശരിയാക്കമ്മേ. അത്ര അത്യാവശ്യമാണെങ്കിൽ ആദ്യം നിന്റെ കല്യാണം നടത്താം. ചേട്ടൻ അവിടെ നിൽക്കട്ടെ. അമ്മ രണ്ടും കൂടി ഒന്നിച്ച് നടത്തിയാലെന്താ? അല്ല, ഇതാര്? ബാനോ? നിന്റെ കാര്യം ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഉടനെ എത്തി. അതല്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം. അമ്മേ, ഈ കല്യാണം നടത്താതെ നിങ്ങൾ ബന്ധുക്കാണോ? പറഞ്ഞു കൊടുക്ക്. ഇവനൊന്ന് കൈക്കുഞ്ഞായിരുന്നു. എടാ, ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. ഏതായാലും ആ ബന്ധം വിജയൻ പുതുക്കി. വിജയനേക്കാൾ വിവാഹത്തിന് തിടുക്കം വേണൂന. അതിനെന്താ, നമുക്ക് നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് 2 കല്യാണം ഒന്നിച്ചങ്ങ് നടത്തിക്കളയാം. പെണ്ണിനൊക്കെ അവൻ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെന്താ, ജോലി തീർന്നല്ല. എടി, അവനൊരു ക്രിസ്ത്യാനി പെണ്ണിന്റെ പിറകിലാണ് നടപ്പ്. വേണു, കാര്യമൊക്കെ ശരി. ഈ ജാതി മാറിയുള്ള കല്യാണം മാത്രം വേണ്ട. എനിക്കിതൊന്നും പ്രശ്നമല്ല ബാനു. ജാതിയല്ല, പെണ്ണിന്റെ സ്വഭാവമാണ്. റീത്തയുടെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? എടാ, നീ ആരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നു, എനിക്ക് വിരോധമല്ല. പക്ഷേ നിന്റെ അച്ഛന്റെ സമ്മതം കൂടെ വാങ്ങണം. അച്ഛന്റെ സമ്മതം അമ്മ വാങ്ങിത്തരണം. അത് വേണ്ട, അത് നേരിട്ട് അങ്ങോട്ട് വാങ്ങിച്ചാ മതി. അത് ശരി, കിട്ടുന്നത് നേരിട്ട് കിട്ടിക്കൊട്ടുന്നതായിരിക്കും. ചേട്ടനെവിടെ? കോടതിയിൽ എന്തോ അത്യാവശ്യത്തിന് പോയിരിക്കുക. വാ, നമുക്ക് അകത്തിരിക്കാം. മലരോ മധുവോ പ്രഥമ ചുംബന രോമാഞ്ചമോ മധുര ശൃംഗാര സംഗീതമോ സങ്കൽപ്പമോ സൗന്ദര്യമോ മോഹങ്ങൾ കതിർനീട്ടുമീ സംഗമം മലരോ മധുവോ പ്രഥമ ചുംബന രോമാഞ്ചമോ മധുര ശൃംഗാര സംഗീതമോ സങ്കൽപ്പമോ സൗന്ദര്യമോ മോഹങ്ങൾ കതിർനീട്ടുമീ സംഗമം മലരോ മിന്നും ഒളിമിന്നും പൊന്മുത്തുകിലുങ്ങും മൊഴിയോ എന്നും എൻ മുന്നിൽ ആ സ്വപ്നം വിടരും വിഴിയോ മിന്നും ഒളിമിന്നും പൊന്മുത്തുകിലുങ്ങും മൊഴിയോ എന്നും എൻ മുന്നിൽ ആ സ്വപ്നം വിടരും വിഴിയോ മണിയറയിൽ പ്രിയദേവനു നൽകാൻ പ്രകൃതിയൊരുക്കിയ കനിയോ നീ
തേൻ കനിയോ മലരോ മധുവോ പ്രഥമ ചുംബന രോമാഞ്ചമോ മധുര ശൃംഗാര സംഗീതമോ സങ്കൽപ്പമോ സൗന്ദര്യമോ മോഹങ്ങൾ കതിർ നീട്ടുമീ സംഗമം മലരോ മുല്ല പൂങ്കാവിൽ പൂങ്കുയിലുകൾ പാടിയണഞ്ഞു എന്നിൽ എന്നുള്ളിൽ ആകാശതരംഗം ഒഴുകി മുല്ല പൂങ്കാവിൽ പൂങ്കുയിലുകൾ പാടിയണഞ്ഞു എന്നിൽ എന്നുള്ളിൽ ആകാശതരംഗം ഒഴുകി ഇതളിതളായി വിടരുന്നൊരു മോഹം തേരിലൊരുങ്ങി വരുന്നു ഈ പൂവനിയിൽ മലരോ മധുവോ പ്രഥമ ചുംബന രോമാഞ്ചമോ മധുര ശൃംഗാര സംഗീതമോ സങ്കൽപ്പമോ സൗന്ദര്യമോ മോഹങ്ങൾ കതി നീട്ടുമീ സംഗമം മലരോ പേടിക്കണ്ട, വണ്ടി അകത്ത് കയറ്റാം. അതേതായാലും കല്യാണം കഴിഞ്ഞു മതി. വരുമ്പോ വീട്ടിലേക്ക് വിളിച്ചോണ്ട് ചെല്ലണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. മണവാളനെ സ്വീകരിക്കുന്നതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് കല്യാണത്തിനല്ലേ? ഇപ്പൊ പിന്നെ വിളിക്കുന്നത്? സാറിന്റെ ഗുഡ് ഈവനിങ് അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാം. അനിതേ ഞാൻ വിവാഹം ചെയ്യാൻ പോവുകയാണ്. നല്ല കാര്യം, നടക്കട്ടെ. നിന്റെ ആശീർവാദത്തിനൊന്നുമല്ല ഞാൻ വന്നത്. പിന്നെ മേലാൽ നീ അനിതയും കൊണ്ട് ഇങ്ങനെ നടക്കരുത്. അവൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലേ കൂടെ വരുന്നത്? ഇഷ്ടമുള്ളവരെല്ലാം നീ കൊണ്ടുപോകും. വന്നാൽ കൊണ്ടുപോകും. എടാ, നമ്മൾ വേണ്ടപ്പെട്ടവരല്ലേ. ഒരു പെണ്ണിന് വേണ്ടി ഇങ്ങനെ തമ്മിൽ തല്ലുകൂടും ശരിയല്ല. അത് ശരിയാ, പക്ഷേ അവളെന്റെ ഭാര്യയാകാൻ പോകുന്നതാണ്. അത് കല്യാണം കഴിഞ്ഞു പോരെ? അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ചൂടാകാതെ ഞാൻ പറ്റേ.
വിടട പട്ടികളെ. കണ്ട പീക്കിലി പിള്ളേരോട് അടിയും മേടിച്ചുകൊണ്ട് കയറി വന്നിരിക്കുന്നു. ഇന്ന് ഇരട്ടി വിളിക്കുന്നതിന് മുമ്പ് അമ്മയോട് ഞാൻ പാരം ചോദിച്ചിരിക്കും. ഓ, നിനക്കതിന് കഴിയില്ല എന്നുള്ളതിന്റെ തെളിവുകളല്ലേ ഇതെല്ലാം. വിജയനും മേനും ചേർന്ന് നിങ്ങളെ കരുതിക്കുട്ടി ആക്രമിക്കുകയായിരുന്നു. സഹോദര സ്നേഹം എന്താണെന്ന് നീ ഒക്കെ കണ്ടുപഠിക്കണോടാ. നിന്റെ ചേട്ടനെ പോലെ കഞ്ചാവ് ഓടിച്ചു നടക്കില്ല അവന്മാര്. ഇന്ന് രാത്രി തന്നെ അവന്മാരുടെ വീട് ആക്രമിച്ച് അവന്മാരെ രണ്ടുപേരെ ഇവിടെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാനുള്ള ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. ഇതിന് പകരം ചോദിക്കേണ്ടത് അവന്മാരോടല്ല, അവരുടെ തന്തയോടാണ്. മകനെ കണ്ടപ്പോൾ അച്ഛൻ എന്തൊരു ബഹുമാനം, കലികാല വൈഭവം. കടന്നു പോകും പുറത്ത്. പോകാം. തല്ലുകൊള്ളാത്ത പ്രേമത്തിന് ആയിട്ടില്ല അപ്പന്. തല്ലുകൊള്ളൂ തല്ലുകൊള്ളൂ തല്ലുകൊണ്ടേ. ചായ. നിങ്ങളുടെ ചായ കുടിക്കാനല്ല ഞാനിവിടെ വന്നത്. ഈ പിള്ളേർ വഴക്കൊക്കെ നമ്മൾ മുതിർന്നവർ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ മേനോൻ? അവര് കൂട്ടുകാരും സമപ്രായക്കാരും അല്ലേ. ഇന്ന് വഴക്ക് കൂടും, നാളെ ഒന്നിച്ച് നടക്കും. എന്റെ മകനെ തല്ലിയത് എന്നെ തല്ലിയതിന് തുല്യമാണ്. അപ്പൊ എന്റെ മക്കളെ തല്ലിയതോ? അവൻ എന്നെ തല്ലിയതിന് തുല്യമല്ലേ? വീട്ടിൽ വല്ല കുസൃതിയും കാണിക്കുന്നല്ലാതെ പുറത്തുപോയി ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത് ഇതാദ്യമാ. നിങ്ങളുടെ മക്കളെ അടിയും തടയും കരാട്ടയും ഒക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് ആരറിഞ്ഞു? അംഗരക്ഷകരും അഭ്യാസികളും ഒക്കെ ഉള്ളത് നിങ്ങൾക്കല്ലേ? ഞാൻ അത്തരം കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടേയില്ല. എന്നിട്ട് തല്ല് മുഴുവൻ കൊണ്ടത് എന്റെ മകനും. ഐ ആം എക്സ്ട്രീംലി സോറി. വിജയൻ ഒറ്റയ്ക്ക് വന്നപ്പോൾ 5-6 പേര് ചേർന്നല്ലേ അവൻ ആക്രമിച്ചത്. മിസ് മേനോൻ, നടന്നത് നടന്നു. മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ വേണ്ടത് ചെയ്യാം. അങ്ങനെ ഉപദേശിച്ചൊതുക്കാവുന്ന പ്രശ്നമല്ലേ ഇത്? പിന്നെ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? എന്റെ മകന്റെ ദേഹത്ത് കൊണ്ട് അടിക്കോ? നിങ്ങൾ തമ്മിലിരിക്കുന്ന ഇരിപ്പിന് ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. പറ്റിപ്പോയില്ലേ? തിരിച്ചെടുക്കാൻ ഒക്കുവോ? അടിക്ക് അടി തന്നെയാണ് പ്രകൃതി. എങ്കിൽ പിന്നെ അങ്ങനെ ആകാമായിരുന്നല്ലോ. ഈ വരവ് വേണ്ടായിരുന്നു. വന്നറിയിക്കേണ്ടത് എന്റെ മര്യാദ. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് മേനോൻ തന്നെ പറയണം. നിങ്ങളുടെ മക്കൾ എന്റെ മകന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. അതിനെന്റെ മക്കളെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അവർക്ക് വലിയ അഭിമാനം. മിസ് മേനോൻ, തെറ്റ് ചെയ്തവൻ അത് സ്വയം മനസ്സിലാക്കി പറയുന്നതായിരിക്കും മാപ്പ്. അല്ലാതെ നിർബന്ധിച്ച് പറയിക്കുന്നത് മാപ്പാവില്ല. അപ്പോൾ നിങ്ങളുടെ അറിവോടുകൂടിയാണ് ഇതൊക്കെ നടന്നത് അല്ലേ? മേനോൻ, ഒന്നുകിൽ മാപ്പ് അല്ലെങ്കിൽ തിരിച്ചടി. തൽക്കാലം രണ്ടും നടക്കാൻ പോകുന്നില്ല. നമുക്ക് കാണാം. ഇത് ഭീഷണിയാണ്. അങ്ങനെയാണെങ്കിൽ കാണാനൊരു ചുക്കുമില്ല. എന്റെ മക്കളുടെ ശരീരത്തിൽ തൊടാൻ വരുന്നവൻ വന്നതുപോലെ തിരിച്ചു പോവില്ല. പേടിപ്പിക്കാന്നോ? അല്ല, താക്കീതാണ്. എന്ത് നടക്കുമെന്ന് നമുക്ക് കാണാം. കാണാം. പക്ഷേ കാണാൻ വരുന്നതിന് മുമ്പ് അല്പം ആലോചിക്കുന്നത് നന്ന്. ദുർചിന്ത, തീക്കളി തീക്കളി. Get out. ഹലോ, എന്റെ ഡിസ്റ്റർബ് ചെയ്തോ? മദ്യദുരന്തം, മരണനിരക്കുയരുന്നു. ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് അന്ധതയും സന്ധിവാദവും. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ധരിച്ചത് മേനോൻ സാറിന്റെ ഡിസ്റ്റിലറിയിലാണെന്ന്. അത്തരം മടത്തരങ്ങളൊന്നും എനിക്ക് പറ്റാറില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ?
അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞങ്ങളൊക്കെ ഈ രാജ്യത്തില്ലേ? മേനോൻ സാറിന്റെ രക്ഷ ഞങ്ങളുടെ രക്ഷ. നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരുള്ളപ്പോ ഇങ്ങനെ സംഭവിച്ചത് കഷ്ടമായി പോയി. കർശനമായ നടപടികളെടുത്ത് കുറ്റക്കാരെ മുഖം നോക്കാതെ ശിക്ഷിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് അതിന്റെ ക്ഷീണം. ഈ വികാരം അസംബ്ലിയിലും കാണണം. മേനോൻ സാറേ, എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു? എനിക്ക് തോന്നുന്നത് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഏതോ വില കുറഞ്ഞ ആൽക്കഹോൾ ഉപയോഗിച്ച് കാണും. ഏതായാലും കഷ്ടമായി പോയി. എത്ര കുടുംബങ്ങളാണ് അനാഥമായത്. ഉറപ്പാണിത് ചെയ്തതെങ്കിലും സൂര്യക്കേട് എനിക്കാണ്. ഹലോ, അതെ, ആരാണ്? ആരാ? മിനിസ്റ്റർ. ആശാനേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ആ ആ ഞാനും കുറിപ്പായിട്ട് അത്ര രസത്തിലല്ല. ആ എനിക്കതിലെന്ത് കാര്യം? ഓക്കെ ഓക്കെ. നന്ദിയുള്ള മനുഷ്യൻ. ഒരാവശ്യം വന്നപ്പോ ഓർത്തല്ലോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങുന്നൊക്കെ കൊള്ളാം. ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകാതെ നോക്കേണ്ടത് നിങ്ങളെ ചുമതലയാ. ഞങ്ങൾ ഇന്ന് തന്നെ ഒരു അനുശോചന യോഗവും പ്രതിഷേധ യോഗവും ഒന്നിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റു. എന്നാ നിങ്ങളുടെ കാര്യം ഞാനും ഏറ്റു. വരൂ. അയ്യോ, അദ്ദേഹത്തെ വിലങ്ങ് വെക്കരുത്. സ്പെഷ്യൽ ഓർഡർ ഉണ്ട്. അദ്ദേഹം ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഇത് കരുതിക്കൂട്ടിയുള്ള ചതിയാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. സോറി, ഐ എം ഹെൽപ്ലെസ്. അറിയാതെ എനിക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാറുള്ള നീ ഇങ്ങനെ നിരാശപ്പെട്ടാലോ? അറിയാതെ അമ്മ സമാധാനപ്പെടണം. ഞങ്ങളിതിന്റെ സത്യം കണ്ടെത്തും. നടക്കാം. അമ്മേ 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 അമ്മേ. ഇൻസ്പെക്ടർ, എനിക്കൊരു സഹായം ചെയ്യണം. പറയണം. എന്റെ മക്കളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മക്കളെ, നിങ്ങൾ വിഷമിക്കരുത്. എവിടെയോ എന്തോ ചതി പറ്റിയിട്ടുണ്ട്. സത്യമെല്ലാം ഞങ്ങൾ അറിഞ്ഞു. സത്യം ആരറിയാൻ, ആരന്വേഷിക്കാൻ? ഇതെല്ലാം ആ മേനോൻ ചെയ്ത ചതിയാണ് ഡാഡി. മക്കളെ, നിങ്ങൾ വളരെ സൂക്ഷിക്കണം. അമ്മയ്ക്കിനി നിങ്ങൾ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ പേരിലുള്ളത് കൊലക്കുറ്റമാണ്, ചെയ്യാത്ത കൂട്ടക്കൊല. പിന്നൊരു കാര്യം കൂടി. ഞാൻ ബിസിനസ് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുത്ത കുറെ മുദ്രപത്രങ്ങളും വെള്ളക്കടലാസും ആ മേനോന്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും വാങ്ങണം. നിങ്ങളുടെ ഭാവി അതിലാണ്. അയാൾ ചതിയനാണ്. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ അമ്മയെ കരയിപ്പിക്കരുത് ഡാഡി.
തമ്പികളെ, നിങ്ങൾ എന്റെ രഹസ്യ സങ്കേതം കണ്ടുപിടിച്ചു അല്ലേ? സാരമില്ല, ഒരു സങ്കേതമല്ലേ കണ്ടുപിടിച്ചുള്ളൂ. ഇവരെ നമ്മുടെ സുഖവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. രക്ഷിക്കാൻ വരുന്നവരാരാണെന്ന് ഞാനൊന്ന് കാണട്ടെ. ആ അമ്മ ഇത് കുടിക്കും. വേണ്ട മോളെ, എന്റെ വിശപ്പും ദാഹം എല്ലാം കെട്ടടയിൽ. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന നല്ല അസുഖം വരും അമ്മേ. ഇനി ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം? അമ്മ സമാധാനപ്പെടണം. എല്ലാം നേരെയാകും. സത്യം എന്നായാലും പുറത്തു വരാതിരിക്കുവോ? അമ്മ ഇത് കുടിക്കണം, ക്ഷീണം മാറട്ടെ. അത് പോരാ, മുഴുവൻ കുടിക്കണം. വേണ്ട മോളെ, അദ്ദേഹത്തിന് ഒരു തുള്ളി വെള്ളം ആര് കൊടുക്കും? രാവിലെ എഴുന്നേറ്റൂടെ കുടിക്കാൻ ചുക്ക് കാപ്പിയും കുളിക്കാൻ ചുടുവെള്ളവും വേണം. പൂജമുറിയിൽ വേർക്കുമ്പോൾ ഞാൻ പുറകെ നിന്ന് വീശി കൊടുക്കണം. ഇതൊക്കെ ജയിലിൽ ആര് ചെയ്തു കൊടുക്കും? അമ്മേ, അച്ഛന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനല്ലേ വിജയേട്ടനും വേണവും പോയിരിക്കുന്നത്? അദ്ദേഹം കള്ളനോ കൊള്ളക്കാരനോ ഒന്നും അല്ലല്ലോ അമ്മേ. അതിലും വലിയ കുറ്റമല്ലേ കുഞ്ഞെ നിരപരാധിയായ അദ്ദേഹത്തിന്റെ മേൽ ചുമത്തിയിരിക്കുന്നത്? ജീവിതത്തിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ദയാലുവാണ് അദ്ദേഹം. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആ നല്ല മനുഷ്യന്റെ പേരിൽ ചുമത്തിയിരിക്കുന്നത് കൊലക്കുറ്റല്ലേ? അനിതേ, നീ എവിടെ പോയിരുന്നു? ഞാൻ ആ വിജയേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. നാട്ടുകാരൊക്കെ ഒന്ന് പണം ഉണ്ടാക്കാൻ തുടങ്ങിയാലേ ജയിലിലല്ല കൊലവരത്തി കയറേണ്ടി വരും. നീ എന്തിനാണ് പോയത്? അമ്മ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? എടി, നാട്ടുകാരെ എന്തൊക്കെ പറയുന്നത് നിനക്കറിയാമോ? ഏതായാലും അമ്മ ഒന്ന് അന്വേഷിച്ചു പോവായിരുന്നത് തീരെ ശരിയായില്ല. അവരുമായി ബന്ധമോ പരിചയമോ ഉണ്ടെന്നറിഞ്ഞാൽ ഇവിടെ പോലീസ് വരും. എന്റെ വീട്ടിൽ പോലീസ് വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഒരാപത്ത് വരുമ്പോഴാണോ അമ്മേ ഇങ്ങനൊക്കെ പറയുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ആ വീട്ടിൽ കാല് കുത്തുകയോ അവനുമായി കാണുകയോ ചെയ്യരുത്. അമ്മയല്ലേ ആ ബന്ധം ഉറപ്പിച്ചത്? അത് നടക്കാതെ പോയത് എന്റെ ഭാഗ്യം. അമ്മയുടെ പണക്കൊതിക്ക് എന്നെ എന്തിനു ബലിയാടാക്കുന്നു? എടീ, ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് കല്യാണത്തോടെ തീരും. പിന്നെ ജീവിക്കണമെങ്കിലേ പണം വേണം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും വിജയേട്ടനല്ലാതെ ഈ ജന്മം എനിക്കൊരു ഭർത്താവ് ഉണ്ടാവില്ല. നിന്റെ ഭർത്താവ് ആരാണെന്ന് ഞാൻ തീരുമാനിക്കാം. ആ ഭർത്താവിനോടത്ത് താമസിക്കാൻ ഭാര്യ വേറെ അന്വേഷിക്കേണ്ടി വരും. ഗോപാൽ എന്താണെന്നും മിണ്ടാത്ത? നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടോ? അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ ഞാൻ തന്നെ ഭാനുവിന്റെ വീട്ടിൽ വന്നത്. അവളെന്ത് പറയാനാ? എന്റെ ഇഷ്ടമാ അവളുടെ ഇഷ്ടം. എന്നാ പിന്നെ വെച്ച് നീട്ടിയിട്ട് എന്ത് കാര്യം? അടുത്ത മുഹൂർത്തം നോക്കി നമുക്ക് നടത്തിക്കളയാം. ഞാൻ റെഡി. ഞാൻ എന്നോ റെഡി. ചേട്ടൻ തന്നെ നിന്ന് എല്ലാം നടത്തി തരണം. എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. ആ കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല. എല്ലാം എന്റെ ദൈവാധീനം. ഞാൻ ഇറങ്ങട്ടെ ചേട്ടാ. ഭാനു ധൈര്യമായിട്ട് പോകണം. എല്ലാം മംഗളമായി നടക്കും. പറ്റമണി. അക്രമം, അന്യായം. എന്താടാ കാര്യം? ജ്യേഷ്ഠൻ തടി പോലെ നിൽക്കെ അന്യന്റെ വിവാഹം അന്യായം, അധർമ്മം. ഇവിടെ ശരികൾക്ക് യാതൊരു വിലയുമില്ല. ഞാൻ ഈ വിവാഹത്തെ മാനസികമായി ശാരീരികമായി എതിർക്കും. ഡാഡി കുറച്ച് പണം കൊടുത്തേക്കും, അപ്പൊ എല്ലാ എതിർപ്പുകളും വരും. പണം കൊടുത്തൊതുക്കാൻ പറ്റാത്ത പലതുമാണ് ഇവിടെ നടക്കുന്നത്. കാര്യം എന്താണെന്ന് പറയണം. പ്ലീസ്, 1000 rupees പ്ലീസ്. നീ ഇങ്ങനെ ആയിപ്പോയല്ലോടാ. ഞാനൊന്നായില്ല, ആകാൻ പോകുന്നുള്ളൂ. 1000 rupees പ്ലീസ് ഡാഡി. കൊടുത്തേക്കൂ ഡാഡി. അനിതമോളോ, നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഞാൻ വിജയേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. അവന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് അവനും വേണും കൂടെ പോയതാ. അന്വേഷിച്ച് പല വഴിക്കും ആളയച്ചിട്ടുണ്ട്. എന്താ മോളെ കരയുന്ന? അമ്മ എന്നെ രക്ഷിക്കണം. എന്തുണ്ടായെന്ന് പറയൂ. എന്റെ അമ്മ എന്നെ ആ ഗോപനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ പോകുന്നു. എല്ലാം നീ എങ്കിലും സന്തോഷമായി ജീവിക്കുന്നു. ആ ഗോപൻ
അയാൾ താലി കെട്ടാൻ പോകുന്നത് എന്റെ ശവശരീരത്തിലായിരിക്കും. അങ്ങനെയൊന്നും പറയരുത്. നിന്റെ അമ്മയ്ക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നീ അതനുസരിക്കണം. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കു കുഞ്ഞെ. വിവാഹം ദൈവനിശ്ചയമാണ്. വിജയത്തിനില്ലാതെ എനിക്കൊരു ജീവിതമില്ലമ്മേ. മോളെ, ഇന്നത്തെ ഞങ്ങളുടെ സ്ഥിതി നിനക്കറിയില്ലേ? സർവസ്വം നശിച്ച് ചീത്തപ്പേരും കിട്ടിക്കഴിഞ്ഞ് ഞങ്ങളുമായി ബന്ധപ്പെടാൻ ആരും ഇഷ്ടപ്പെടില്ല. മോളെ, ആ വിവാഹത്തിന് നീ സമ്മതിക്കണം. ഈ സ്ഥിതിയിൽ നീ വാശി പിടിച്ചാൽ അപകടമാണ്. ഇല്ലമ്മേ, ഞാൻ ഇനി വീട്ടിലേക്കില്ല. വിജയനാണെങ്കിൽ ഇവിടെ ഇല്ല. എവിടെ പോയെന്നോ എപ്പോ വരുമെന്നോ യാതൊരു വിവരവുമില്ല. ഈ സാഹചര്യത്തിൽ നീ ഇവിടെ നിൽക്കുന്ന അപകടമാണ്. അമ്മേ, മോളെ, ഈ സാരി ഒന്ന് എടുത്തു നോക്ക്. നിന്റെ കല്യാണത്തിന് ഉടുക്കേണ്ട സാരിയാ. ഇല്ല, എനിക്കിത് വേണ്ട. പറയുന്ന അനുസരിച്ചാ മതി. കൂടുതൽ ശല്യപ്പെടുത്തിയാൽ ഇതിന്റെ ശവപ്പൊടിയാക്കി മാറ്റേണ്ടി വരും. ഞാൻ നിന്റെ അമ്മയാണെങ്കിൽ ഈ വിവാഹം നിശ്ചയിച്ച സമയത്ത് നടത്തും. ഞാൻ അമ്മയുടെ മകളാണെങ്കിൽ ആ മുഹൂർത്തത്തിൽ എന്റെ ശവദാഹമായിരിക്കും നടക്കുന്നത്. ഈ മെരട്ടിലും എന്നോട് വേണ്ട. ഇനി ഈ കഥ പറക്കുന്നത് നിന്റെ വിവാഹ മുഹൂർത്തത്തിനായിരിക്കും. കൊച്ചമ്മയുടെ ചട്ടിയൊന്നും ചവിട്ടി പൊട്ടിക്കാതെ. ഇതൊക്കെ പിടിച്ചൊന്നും നേരെ ഇട. നിന്റെ സെക്സ് അപ്പീലൊന്നും കൊച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. കൊച്ചമ്മ, എന്താ ചാക്കോ? അന്ന് ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് കൊച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാ രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ളിടത്തോളം. ഇപ്പൊ പെമ്പിള്ളാരെ കിട്ടാൻ വലിയ പ്രയാസമാണ് കൊച്ചമ്മ. എല്ലാം അബുദാബിയിലും ദുബായിലും ഒക്കെയാ. ഇവളെ കണ്ടിട്ട് ഒരു തന്റേടിന്നാ തോന്നുന്നത്. അത് അവളുടെ കുഴപ്പമല്ല, അവളുടെ നക്ഷത്രത്തിന്റെ കുഴപ്പമാണ്. മൂലത്തിൽ പൂരാടം നിന്നപ്പോഴാ ഇവളുടെ ജനനം. പക്ഷെ കാലുകുത്തുന്നിടം ഐശ്വര്യമായി. ഇവളോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല കൊച്ചമ്മ. കൊച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി. വണ്ടിക്കൂലി വേണ്ടേ? ചാക്കോ നിൽക്കൂ, ഞാനിപ്പോ വരാം. നിന്റെ അഭ്യാസങ്ങളൊന്നും ഇവിടെ കാണിച്ചു കളയരുത്. നിന്റെ ആദ്യത്തെ കൊച്ചിനെ തന്തയില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് മതി. വേണ്ടായിരുന്നു. അകത്തേക്ക് വരൂ. നമുക്ക് ആ മൃഗ ഡാക്ടറെ വീട്ടിൽ പോവാം. ഈ മാറ്റി കൊടുക്കാൻ തുണി വല്ലതും കൊണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാലേ അവിടെ പഴയ ലുങ്കിയുണ്ട്, അതെടുത്തു കൊടുത്തു. ഞാൻ വീട്ടിൽ സാരി കൊടുക്കും. ആഹാ, പിന്നെ എന്തൊക്കെയാണ് നിന്റെ ചിട്ടകള്? എനിക്ക് വീട്ടിലിടാൻ ഒരു ജോഡി ചെരുപ്പ് വേണം. പല്ല് തേക്കാൻ പേസ്റ്റും ബ്രഷും വേണം. ഏതായാലും ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ നന്നായി. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു സിനിമയ്ക്ക് പോണം. നിന്നെ കെട്ടിയെടുത്ത് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ എന്നെ കൊണ്ടാവില്ല. കൊച്ചമ്മ വരണ്ട, ഞാനിവിടുത്തെ സാറിന്റെ കൂടെ പൊയ്ക്കോളാം. നീ കൊള്ളാമല്ലോടി. കണ്ണു കലങ്ങിയപ്പോൾ പെണ്ണ് പണ്ടത്തിനേക്കാൾ സുന്ദരിയായിരിക്കും. അങ്ങനെ അങ്ങ് പോയാലോ? നമുക്ക് ആദ്യം മുതൽ ആരംഭിക്കാം. പഴയൊരു ക്ഷയിക്കാൻ കടമുണ്ട്, അതാദ്യം തരണം. കടം തരട്ടെ. ആ കൈ തരും. അന്ന് ഡിസ്കോയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ അടുത്ത് വന്നപ്പോൾ നീ കാമുകനെ കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്തു. ഓഹോ, നിങ്ങൾ കരുതി കൂട്ടി പക പോക്കുകയായിരുന്നല്ലേ? ഇത് തുടക്കം മാത്രം. ഇത്ര ക്രൂരമായി ശിക്ഷിക്കത്തക്ക കുറ്റം ഞാൻ എന്ത് ചെയ്തു? പറയാം, വിശദമായി പറയാം. നീ ആ ക്ലാസ് ഇങ്ങോട്ട് എടുക്ക. പറയുന്നത് അനുസരിക്കും. അനുസരണയാണ് ഒരു ഭാര്യയ്ക്ക് അത്യാവശ്യം. അതും ആദ്യ രാത്രി തന്നെ ആരംഭിക്കും. ക്ലാസ് എടുക്കാൻ. ഇല്ല, ഞാൻ എടുക്കില്ല. ഇത് ക്ലാസ് എടുക്കാത്തതിനല്ല, പഴയൊരു കടം. അന്ന് ഞാൻ ബൈക്കിൽ കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ നീ എനിക്ക് തന്നില്ലേ? അങ്ങനെ ആ പഴയ കടവും തീർന്നു.
എടി ഇത് വാങ്ങിക്കുടിക്കാൻ. വേണ്ട, കുടിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ കുടിക്കില്ല. ഇത് നീ വാങ്ങിക്കും, കുടിക്കും, എന്റെ കൂടെ കിടക്കും. ദേവി എന്നെ നിർബന്ധിക്കരുത്. ഭർത്താവിന്റെ ഇഷ്ടമാണ് ഭാര്യയുടെ ഇഷ്ടം. വാങ്ങിക്കുടിക്കാൻ. ഇല്ല, ഞാൻ കുടിക്കില്ല. ഇതെന്റെ സാമ്രാജ്യമാണ്. ഇവിടെ ഞാൻ പറയുന്നത് നടക്കൂ. അമേശ്വരം തീപ്പെട്ടി ഇങ്ങോട്ട് എടുക്ക. അത് നീ അനുസരിക്കില്ല. തീപ്പെട്ടി ഇങ്ങോട്ട് എടുക്കാൻ. ഇത് ഭർത്താവിനെ അനുസരിക്കാത്ത. വാ, സമോ. എടീ, ഇത് നിന്റെ ആദ്യ രാത്രിയല്ലെന്ന് എനിക്കറിയാം. ഇതിനു മുമ്പ് നിന്നെ ആ വിജയൻ എത്ര തവണ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നും എനിക്കറിയാം. നോക്കി പഠിപ്പിക്കാം. സോ എൻജോയ്. Come on, try to enjoy the night. This is our first night. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോവാം. ഔദാര്യത്തിന് നന്ദി. അദ്ദേഹം ഒപ്പിട്ട മുദ്രപത്രങ്ങളും മറ്റു രേഖകളും ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ജനങ്ങളെ കൊന്നു പണം ഉണ്ടാക്കുന്ന ബിസിനസ് എനിക്കില്ല. മിസ്റ്റർ മേനോൻ, ഈ ആത്മവഞ്ചനയുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. എനിക്ക് ഈ നാട്ടിലൊരു അന്തസ്സും മാന്യതയും ഉണ്ട്. നിങ്ങളുടെ അന്തസ്തും മാന്യതയും എനിക്കറിയേണ്ടത് എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. എവിടെ അവര്? അതെനിക്കെങ്ങനെ അറിയാം? അവർ പോലീസിനെ ഭയന്ന് നാട് വിട്ട് കാണും. ചെയ്യാത്ത കുറ്റത്തിന് എന്റെ ഭർത്താവിനെ ജയിലിലാക്കി. അത് കോടതി തെളിയിച്ചു. ഇവിടുന്ന് നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. മേനോൻ, ഈ കണ്ണിന് വീഴുന്നത് കണ്ണീരല്ല, രക്തമാണ്. ഓരോ തുള്ളി കണ്ണീരിനും നിങ്ങളെ എണ്ണി എണ്ണി സമാധാനം പറയേണ്ടി വരും. പ്രവചനങ്ങളൊന്നും വേണ്ട, ഇറങ്ങി പോവാനാ പറഞ്ഞു. പോവാൻ. അമ്മ ആട്ടയിൽ കയറണം. മോളെ ഇപ്പൊ ഇവിടെ എങ്ങനെ? അതൊക്കെ പിന്നെ പറയാം. അമ്മ വരണം. നീ എന്തിനാ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അമ്മ 2 ദിവസത്തേക്ക് ഇവിടെ നിൽക്കട്ടെ. അതിനകം ഒരു വീടെടുത്ത് അങ്ങോട്ട് മാറിക്കോളാം. എന്റെ ബാനു, ആ മേനോൻ ഇത്ര ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞങ്ങളിപ്പോ ബന്ധുക്കളാണ്. എന്റെ മരുമകന്റെ അച്ഛനെ എന്റെ വീട്ടിൽ നിന്ന് ആക്ഷേപിക്കുന്നത് എനിക്കിഷ്ടമല്ല. ബാനു, അതിലും വലിയ ബന്ധമല്ലേ നാം തമ്മിലുള്ളത്? അത് അന്ന്. ഇന്ന് നിങ്ങളുമായി ബന്ധമോ പരിചയമോ ഉണ്ടെന്നറിഞ്ഞാൽ ജനം പുച്ഛിക്കും. ബാനു, അന്റിയുടെ അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് സന്തോഷമായി ബാനു. ഈ കുട്ടി നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നാണ്. എന്നോട് ക്ഷമിക്കൂ. ഭർത്താവ് കൊലക്കുറ്റത്തിന് ഭയന്ന് ജയിലിൽ, പിള്ളേർ 2 പേരും പോലീസിനെ ഭയന്ന് നാട് വിട്ടു. ഈ സ്ഥിതിയിൽ ഇവരെ ഇവിടെ താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനാണ് അമ്മ ഇതെല്ലാം കേൾപ്പിച്ചത്. സാരമില്ല മോളെ, അവൾ അത്രയല്ലേ പറഞ്ഞോളൂ. കാമുകൊണ്ട് തള്ളയല്ലേ കൊണ്ട് നടന്നോ? ദേ നോക്ക, എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ആ, നിനക്ക് ചേരുന്നത് ഇവരാ. കൊണ്ടുവയ്ക്കോ.
പിന്നെ മര്യാദയോട് പറഞ്ഞാലുണ്ടല്ലോ മോളുവാ. കുട്ടിയും കയറി വരൂ. നമസ്കാരം. ആരാ? എന്ത് വേണം? ഞാൻ ഓൾ ഇന്ത്യ അടുക്കള തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി. ആഹാ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടു. നേരിട്ട് കണ്ട് ചർച്ച ചെയ്യാമെന്ന് കരുതി. പ്രശ്നോ? ഏ? ഇവിടെയോ? ഏ? എന്ത്? കുട്ടിയും അകത്തേക്ക് വരൂ. ഇവളോ? ഇവിടുത്തെ തൊഴിലാളിയല്ലേ? വീട്ടു ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞു. ഇവളുടെ ചട്ടവും ചിട്ടയും കേട്ടപ്പോ എനിക്ക് വേണ്ടെന്ന് തോന്നി, പറഞ്ഞയച്ചു. അത്രേ ഉള്ളൂ. പാടില്ല. പിരിച്ചുവിടലിന് ചില നിയമവും നടപടിക്രമവും ഒക്കെ ഉണ്ടെന്ന് അറിയില്ലേ? തീപ്പറ്റി. ഇവിടെ പുകവലിക്കാരും കുട്ടി പോയി ഒരു തീപ്പറ്റി വാങ്ങിച്ചുകൊണ്ട് വരൂ. പ്രശ്നം ഗുരുതരമാണ്. ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട ഒരു തൊഴിലാളിയെ അകാരണമായി പിരിച്ചുവിട്ടാലുണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയാമോ? ഞാൻ ആരെ പിരിച്ചുവിട്ടെന്നാ പറയുന്നത്? നിയമനം നടന്ന സ്ഥിതിക്ക് എല്ലാ പിരിച്ചുവിടൽ നിയമങ്ങളും ആ തൊഴിലാളിക്ക് ബാധകമാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? 1 മാസത്തെ ശമ്പളം, 1 മാസത്തെ നോട്ടീസ്, 1 മാസത്തെ ബോണസ്. ഒറ്റ പൈസ ഞാൻ തരില്ല. ഇറങ്ങി പോരാളില്ല. മാന്യമായി ഈ പ്രശ്നം പരിഹരിക്കാത്ത പക്ഷം നാളെ മുതൽ ഈ രാജ്യത്തെ ഒറ്റ അടുക്കളയിലും തീ പുകയില്ല. എന്റെ വീട്ടിൽ എനിക്ക് ജോലി ചെയ്യാമല്ലോ. പാടില്ല. ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട 10,000-കണക്കിന് തൊഴിലാളികളെ തൊഴിലില്ലായ്മയിലേക്കും പട്ടിണിയിലേക്കും വലിച്ചിഴക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഒന്ന് നിർത്തു. ഇവിടെ ആണുങ്ങൾ ആരുമില്ല. അതുകൊണ്ടല്ലേ ഞാൻ അധികം പ്രസ് ചെയ്യാത്തത്. നിങ്ങളുടെ ഒരു യൂണിയൻ. ഇപ്പോൾ അറിഞ്ഞില്ലേ? ഞാനിപ്പോ എന്തോ വേണം? അറിഞ്ഞു ചെയ്താൽ മതി. ഇത് നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? എന്താ വെറുതെ വാചകാടി? വേണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യണം. നിയമനം നടന്ന സ്ഥിതിക്ക് ഈ കുട്ടിക്ക് വണ്ടിക്കൂലി കൊടുത്തയക്കണം. അത് കൊള്ളാലോ. വണ്ടിക്കൂലിക്കാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് കാറും പിടിച്ച് നേതാവിനെ കൊണ്ട് വന്നത്? ഈ പ്രശ്നം വഷളാക്കരുത്. ടെമ്പററിക്കാർക്ക് പിരിച്ചുവിടൽ ആനുകൂല്യങ്ങളില്ല. അത് കൊള്ളാലോ. ഈ തരം അന്യായമായ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ യൂണിയൻ കൂട്ടുനിൽക്കുകയില്ല. തരുന്നത് വാങ്ങിച്ചോണ്ട് പോണം. ഞാൻ ഇറങ്ങട്ടെ. വേണുവിനെ പറ്റി വല്ല വിവരവും കിട്ടിയാൽ എന്നെ അറിയിക്കണേ കുഞ്ഞെ. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമേ. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? അമ്മ ഈ നിലയിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. ഞാൻ കൂടെ ഇവിടെ താമസിക്കാൻ പോവാ. ഞാനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാലോ? അമ്മ എങ്ങും വരണ്ട. ഞാനെല്ലാം ശരിപ്പെടുത്താം. എനിക്ക് ഈ ഗതി വന്നല്ലോ. ഞാനും എന്റെ കുഞ്ഞുങ്ങളും ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഈശ്വര, അമ്മ സമാധാനമായിരിക്കും. എല്ലാം ശരിയാകും. ഇത്ര പരീക്ഷണത്തിന് തക്ക കുറ്റം ഞാൻ എന്ത് ചെയ്തു? അമ്മ വളരെ ശ്രദ്ധിക്കണം. അമ്മ ഇവിടെ ഉണ്ടെന്ന് തൽക്കാലം ആരും അറിയരുത്. ശരി, മോള് പോയിട്ട് വേഗം വാ. നിന്റെ പ്രിയപ്പെട്ട കാമുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയണ്ടേ? ദയവ് ചെയ്ത് ഈ കുത്തുവാക്കളും നിർത്തൂ. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? ഭാര്യ? നീ ഇതിനു മുമ്പ് എത്ര പേരുടെ ഭാര്യയായിരുന്നിട്ടുണ്ട്? സത്യം പറ. ഈ നാണം കെട്ട ചോദ്യങ്ങൾ എത്ര ദിവസമായി ഞാൻ സഹിക്കുന്നു. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ എന്നെ ജീവനോട് പോകാൻ അനുവദിക്കൂ. നിന്റെ സൂര്യക്കേടിലാണ് എന്റെ സംതൃപ്തി. നിങ്ങൾ എന്തിനെ കൊലച്ചത് ചെയ്തു എന്ന് പറയണം. ഒരു തമാശ. നിന്റെ മനസ്സോ മാംസോ മോഹിച്ചിട്ടല്ല നിന്നെ ഞാൻ വിവാഹം കഴിച്ചു. എനിക്ക് നിന്നോടുള്ള വികാരം വെറും പ്രതികാരം മാത്രമായി. അപ്പോ ഇത് കരുതി കൂട്ടിച്ചൊരു ചതിയാണോ? ഇപ്പോഴെങ്കിലും മനസ്സിലായ സന്തോഷം. ഇതിന് തക്ക തെറ്റ് ഞാൻ എന്ത് ചെയ്തു? അതിനുത്തരം നിന്റെ വിജയേട്ടൻ പറ. ആ നല്ല മനുഷ്യന്റെ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. എന്ത്? എടാ ദ്രോഹി! ഇതെന്റെ വീടാണ്. ഇവിടെ വെച്ച് എന്നെ ആക്ഷേപിച്ചാൽ കൊല്ലടാ, എന്നെയും കൊല്ല്. ഇങ്ങനെ തല്ലിക്കൊള്ളവണ്ണം അവൾ എന്താ തെറ്റ് ചെയ്തടാ? കണ്ടവനൊക്കെ കൊണ്ടുനടന്ന് ചവച്ചു തുപ്പിയ ഇവളെ എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നിന്ന് പ്രസംഗിക്കും. എന്ത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്നു, അതോ ഞാൻ ചവിട്ടി പുറത്താക്കണം? അമ്മയ്ക്കിപ്പോഴെങ്കിലും തൃപ്തിയായല്ലോ. ഭാനുവല്ലേ?
ഭാനു ഈ വഴിക്ക് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാണ്. വാ. ഇരി. ദേവുവിനെ കണ്ട് മാപ്പ് പറയാതെ എനിക്ക് സമാധാനം വരുന്നില്ല. എന്നോടോ? നീ മാപ്പ് പറയുന്ന നിന്റെ മോളോടാ. ഞാൻ അവളെ നശിപ്പിച്ചു, നിന്നെ ഞാൻ വെറുപ്പിച്ചു. എങ്ങും ആശ്രയമില്ലാതെ എന്റെ വീട്ടിൽ കയറി വന്ന നിന്നെ വേദനിപ്പിച്ച് പറഞ്ഞയച്ചു. അതിനേക്കാൾ വലിയ ദുരിതങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതോർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ അത്തരക്കാരിയല്ല, നിനക്കറിയാലോ. അയാൾ ചീത്തയാണെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. എന്റെ മകൾ പറഞ്ഞതുപോലെ ഞാൻ പണത്തെ മോഹിച്ചു. അന്ത പാവമാണമ്മേ. എന്റെ ദുരാഗ്രഹത്തിന്റെ ബലം ഞാൻ അനുഭവിക്കണം. അങ്ങനെ ചിന്തിക്കരുത്. അവളുടെ നന്മ ഉദ്ദേശിച്ചിട്ടല്ല നീ അങ്ങനെയൊക്കെ ചെയ്തത്. വിജയേട്ടന്റെ കുടുംബത്തിന് ഒരു തകർച്ച വന്നപ്പോൾ അമ്മ കാലു മാറിയത് ഒട്ടും ശരിയല്ല. മോളെ, നീ വിവരമുള്ളവളല്ലേ. ഒരാപത്ത് വന്ന ആശ്വാസത്തിന് വരുന്നവരോട് അങ്ങനെയൊന്നും പറയരുത്. മോള് പറഞ്ഞത് ശരിയല്ലേ? അവർ തമ്മിൽ വലിയ കൂട്ടുകാരായിരുന്നല്ലോ. വിജയൻ എവിടെ? എന്റെ മക്കളെ കുറിച്ച് യാതൊരു വിവരമില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. സ്വന്തം പിതാവിനെയും കൂടപ്പുറത്തിനെയും ഒറ്റകൊടുക്കുന്ന കൊലച്ചതിയാണ് ഞാൻ ചെയ്യുന്നത്. എന്തുണ്ടായി ശങ്കർകുട്ടി? നീ എന്തിനിവിടെ വന്നു? എന്റെ അച്ഛൻ ചെയ്ത ദ്രോഹങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എനിക്കാരുടെയും സഹായം ആവശ്യമില്ല. നിയമം എന്നെ തൂക്കിക്കൊല്ലുന്നില്ലെങ്കിൽ ഞാനിതിന് പകരം ചോദിക്കും. എന്നോട് ക്ഷമിക്കണം. എന്റെ വീട്ടിൽ നടക്കുന്നതൊക്കെ കണ്ടും കേട്ടും എന്റെ മനം മടുത്തു. നീ ശുദ്ധനും നല്ലവനുമാണെന്ന് എനിക്കറിയാം. ഞാൻ ആർക്കും വേണ്ടാത്തവനും വെറുക്കപ്പെട്ടവനുമാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ ഓടി വന്നത്. ഞാൻ കൊലപ്പള്ളിയല്ലേ. എന്നെ കാണാൻ ആരും വരില്ല. എന്റെ മക്കൾ പോലും ഇതിന് വരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ പറയരുത്. എന്റെ അച്ഛനും കുറെ റൗഡികളും ചേർന്ന് അവരൊരു രഹസ്യ സംഘത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഉടനെ വരണം. ഇല്ലെങ്കിൽ ആകെ അപകടമാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തും ചെയ്യാൻ മടിക്കാത്ത നീചനാണ് എന്റെ അച്ഛൻ. എന്റെ കസ്റ്റഡിയിൽ. നിനക്ക് ജീവൻ വേണമെങ്കിൽ എന്റെ മക്കളെ മോചിപ്പിക്കും. എന്ത് പറഞ്ഞാ?
മകനെ കമ്പിക്ക് കരുത്ത് കൂടുതലാണല്ലേ? ഞങ്ങളെയും കൊല്ലും. അച്ഛന്റെ ശേഷക്രിയ നടത്താൻ മക്കൾ എന്നാലേ പരലോകത്ത് പരേതാത്മാവിന് മോക്ഷം. എടാ തന്റെ അവിടെ നിങ്ങളെ തുറന്നുവിട്. തുറന്നു വിട്ടാൽ പരലോകത്ത് പോയി പിതാവിന്റെ പ്രാണൻ പിടിച്ചു വാങ്ങുമായിരിക്കും. ആവേശം കാണിക്കരുത്, എല്ലൊടി. ഇവന്മാരെ അഴിച്ചുവിട്, എന്തു ചെയ്യുമെന്ന് കാണട്ടെ. ഈ ശവം ഇവന്മാരെ തന്നെ ചുമന്ന് കടലിൽ കൊണ്ടുപോയി കളയട്ടെ. എടുപ്പിക്കോ? നിങ്ങളുടെ കഥ കേട്ടിട്ട് എന്റെ രക്തം തിളയ്ക്കുന്നു. ഞങ്ങൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, ആ കൊലച്ചതിയന്മാരോട് പകരം വീട്ടണം, ആ പട്ടികളോട് പകരം വീട്ടണം. അതിനു മുമ്പ് ഞങ്ങൾ അമ്മയെ കാണും. 2 ദിവസം കഴിയട്ടെ, നിങ്ങളുടെ അസുഖം ഭേദമായിട്ട് പോയാൽ മതി. ഞങ്ങൾക്ക് ഉടനെ പോകണം. അമ്മ വിഷമിക്കും. ഇന്ന് ഏതായാലും വേണ്ട, നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം. എന്ത് വേണം? അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ശരിക്കും മനസ്സിലായി. വന്ന കാര്യം പറഞ്ഞാൽ മതി. അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. വിജയനും വേണും അവരുടെ അച്ഛനും എന്റെ അച്ഛന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്ത്? അതെ, അവരെ അപകടപ്പെടുത്താനുള്ള ശ്രമത്തിലാണിപ്പോ. അമ്മയൊന്ന് വേഗം പോകണം.
എന്നെ കൂടെ കുരുക്കിലാക്കാനായിരിക്കും. എന്നെ വിശ്വസിക്കണം. എന്റെ അച്ഛനും അനുജനും ചേർന്ന് കാട്ടിക്കൂട്ടുന്ന ക്രൂരകൃത്യങ്ങൾ കണ്ട് മനം തൊന്ന് ഇറങ്ങിപ്പോന്നവനാണ് ഞാൻ. ശങ്കരൻകുട്ടി എന്നോട് ക്ഷമിക്കണം. അമ്മയൊന്ന് വേഗം പോണമ്മേ, ഇല്ലെങ്കിൽ അപകടമാണ്. കിട്ടവനെ അവരെവിടെ ഉണ്ടെങ്കിലും ഉടനെ കൊണ്ടുവരണം. പോകും എന്റെ മുമ്പിൽ നിന്ന്. മേനോൻ, ദേവമ്മയോ? വരണം, ഇരിക്കണം. എന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും എവിടെയാണെന്ന് പറയണം. ഭർത്താവ് പരലോകത്ത്, പുത്രന്മാരെ അന്വേഷിച്ച് ആളെ അയച്ചിട്ടുണ്ട്. കൊല്ല്, എന്നെയും കൊല്ല്. എന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും മരിച്ചിട്ട് ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? ആരോഗ്യവും സൗന്ദര്യവും ഒട്ടും നശിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് എന്ത് പറഞ്ഞടാ? ഒച്ച വെക്കരുത്. ഇത് എന്റെ വീടാണ്. മനുഷ്യനെ മൃഗമോ? സംശയം പോയി. നിന്റെ ഈ കൊലച്ചെറി അവസാനിക്കാനായി. ഓഹോ, മക്കളെ ഒളിച്ചു വെച്ചിട്ട് പക പോക്കാനുള്ള അടവാണല്ലേ? എന്റെ മംഗല്യ അർത്ഥറിഞ്ഞ് ഞാൻ അനാഥയാക്കാൻ ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു? എന്നെ എതിർത്തവരാരും അധികകാലം ജീവിച്ചിരുന്നിട്ടില്ല. എന്നെ വിധരിയാക്കുന്നില്ല, ഞാൻ ജീവനോടെ വിടില്ല. ഞാൻ എന്നെ വിടില്ല, ഞാൻ ജീവനോടെ വിടില്ല. അതൊന്നും എവിടെ? ഇതൊന്നും വേണ്ടായിരുന്നു. കീറിയ തുണിയിട്ടാണ്ടാണ് അമ്മയെ കാണാൻ പോകുന്നത്. കേട്ടോ പീറ്റർ, റോസിലിക്ക് ഈ സാരി നന്നായിട്ട് ചെയ്തു. നിങ്ങളുടെ നിർബന്ധം കൊണ്ടാ ഞാൻ ഈ സാരി വാങ്ങിയത്. വാസ്തവത്തിൽ ഇത് ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ആ, ഇനിയൊരു അവസരത്തിലാകാം. റോസിലി ജനിച്ചപ്പോഴേ ഊമയായിരുന്നു. അമ്മ ചത്തിട്ടില്ല, അവൾ മിണ്ടിയിട്ടില്ല. റോസിലിയാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. അത് കൊള്ളാലോ, രണ്ടുപേരെയും കൂടി ചുമന്ന വേദന ഇതുവരെയും മാറിയിട്ടില്ല. റോസലി, മോളെ റോസലി, റോസലി! ശ്രീമതി ദേവമ്മയ്ക്ക് ചുഗൻ തന്നെയല്ലേ? വീട്ടിൽ വന്ന് കയറിയ സ്ത്രീ വലിഞ്ഞു കെട്ടിയിട്ടാണോ പൗരുഷം പ്രസംഗിക്കുന്നത്? പിടക്കോഴി കൂവാൻ തുടങ്ങിയിരിക്കുന്നു. തന്റെ ഇടം ഉണ്ടെങ്കിൽ ഈ കട്ടഴിച്ചു വിടും. വീരന്മാരായ പുത്രന്മാർ വന്ന് അഴിച്ചുകൊള്ളും. അവരിതറിഞ്ഞാൽ അന്ന് നിന്റെ അന്ത്യമായിരിക്കും.
എന്റെ പെങ്ങളെ കൊന്നവനെവിടെ? ഓ ഐ എം സോറി. പെണ്ണ് സുന്ദരിയായിരിക്കുന്നില്ല. ആ, തമ്മിൽ കാണാൻ വളരെ കാലമായി കുറിച്ചെന്ന് എന്റെ കൂട്ടുകാരി. നിങ്ങൾക്ക് കുശല പ്രശ്നങ്ങൾ പറയാൻ കാണുമല്ലോ. നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ എന്നെ നശിപ്പിച്ചു. നിരപരാധിയെ ഇവളെന്ത് പഠിച്ചു? പറയാം. അമ്മ ക്ലബിൽ വെച്ച് കണ്ട തന്റെ ഒക്കെ എവിടെ പോയി? ധൈര്യമുണ്ടെങ്കിൽ ഈ കെട്ടം കഴിക്കൂ. ഇവൾ നിന്നേക്കാൾ സുന്ദരിയാണ്. ഭാര്യയേക്കാൾ സുന്ദരിയെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്നെ ചുംബിക്കണം. അതൊരു പുതിയ അനുഭവമായിരിക്കും. തുടരുന്നവളെ മാറിക്കിടി, ഇതുവരെ നടന്നാലും ഞാൻ സഹിച്ചു. മാറിക്കിടി. Hey,
Hey!